പ്രിയങ്ക മാഡം, സൗരവ് സാറ്, ആ ഫാമിലി മൊത്തം, പിന്നെ നമ്മുടെ എല്ലാ ലൈനോ സ്പോൺസേഴ്സിനെയും പ്രത്യേകമായിട്ട് ഓർക്കുകയാണ് ഈ ഒരു സമയത്ത്. റജിമോൻ സാർ എല്ലാവരുടെയും പേര് പറഞ്ഞ് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ ആ ഒരു കർത്തവ്യത്തിലേക്ക് പോകുന്നില്ല. കാരണം സമയത്തിന്റെ പരിമിതിയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു സമയത്ത് എല്ലാ ലീഡേഴ്സിനെയും ഓർക്കുന്നു. കേരളത്തിലെ മൊത്തം എല്ലാ ലീഡേഴ്സിനും പ്രത്യേകം ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന എൻ്റെ ഏറ്റവും ആത്മമിത്രം കൂടിയായിട്ടുള്ള റജിമോൻ സാറിന് ഈ ഒരു അവസരത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ ലീഡേഴ്സിന് പ്രത്യേകമായിട്ട് എല്ലാവർക്കും ഒരു ജിയാർസ്യം. എല്ലാവരും ലീഡേഴ്സാണ്, കയറിയിരിക്കുന്ന എല്ലാവരും ലീഡേഴ്സ് തന്നെയാണ്, എനിക്ക് യാതൊരു സംശയമില്ല. അപ്പം നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് തന്നെ പോകാം. കാരണം ശരിക്കും നമുക്കറിയാം, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ശരിക്കും ഒരു ഗെയിമാണ്. പല പല ഗെയിമുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം ഗെയിം എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് രണ്ട് ടീം ഉണ്ടാവും. രണ്ട് ടീമുകൾ തമ്മിലുള്ള മത്സരമായിരിക്കും. അപ്പം ഇവിടെ നമുക്കറിയാം, ജീവിതം എന്ന് പറയുന്ന ഗെയിമില് എപ്പോഴും നമ്മുടെ ഉള്ളിലാണ് മത്സരം നടക്കുന്നത്. നമ്മുടെ മനോനിലയിലാണ്, മാനസികമായ നിലകളിലാണ് എപ്പോഴും മത്സരങ്ങൾ ഉണ്ടാവുക. അവിടെ മനസ്സിനെ ജയിക്കാൻ പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ സാധിക്കും എന്നുള്ള. അപ്പൊ അങ്ങനെ നമ്മളെ ഏത് കാര്യത്തിലെടുക്കുമ്പോൾ ഇന്ന് മത്സരം അല്ലെ. കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മളിപ്പം സ്കൂളിൽ ചേർത്ത് തുടങ്ങിയാല് പ്ലേ സ്കൂളിൽ തൊട്ടേ ഇന്ന് മത്സരമാണ്. പഠന കാര്യത്തില് മത്സരം, അവരുടെ പിന്നെ മറ്റ് കലാപരമായ ഗുണങ്ങൾ, അതിനുള്ള മത്സരം. എല്ലായിടത്തും മത്സരത്തിൽ ജയിക്കുന്നവരാണ് നിലനിൽക്കുന്നത് എന്നുള്ള ഒരു ചിന്ത വന്ന് എല്ലാവരിലും നമ്മൾ ഈ മത്സരത്തിന്റെ തോത് നമ്മൾ കുത്തിവെച്ചുകൊണ്ടിരിക്കുക. അപ്പം യഥാർത്ഥത്തിൽ മത്സരം ആരോടാണ് വേണ്ടതെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഞാൻ അതായത് നമുക്ക് ഇപ്പൊ അറിയാം, സ്പോർട്സ് എടുത്തു കഴിഞ്ഞാൽ 100 മീറ്റർ സ്പ്രിന്റ് ഓടുന്ന ഒരു ഓട്ടക്കാരൻ, അയാളുടെ ഒരു തവണത്തെ അയാളുടെ മത്സരത്തിൽ അയാൾ 9 സെക്കൻഡ് കൊണ്ടാണ് എത്തിയതെങ്കിൽ, അയാൾ 100 മീറ്റർ ഫിനിഷ് ചെയ്തതെങ്കിൽ, അയാളുടെ അടുത്ത ഒരു ലോകോത്തര മാച്ച് വരുമ്പോൾ, അല്ലെ ലോകോത്തര സ്പ്രിന്റ് വരുമ്പോൾ, വേൾഡിൽ തന്നെ അയാൾ മത്സരിക്കേണ്ടത് യഥാർത്ഥത്തിൽ അയാളെ ഒപ്പം വരുന്നവരോടല്ല, അയാളുടെ 9 സെക്കൻഡിനെ എങ്ങനെ അയാൾക്ക് 8 സെക്കൻഡിലേക്ക് കൊണ്ടുവരാം, അല്ലെ 8 സെക്കൻഡ് സംതിങ് ആക്കാം, 9-ൽ നിന്ന് എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്ന് നോക്കുമ്പോൾ ആ ഓട്ടക്കാരൻ ശരിക്കും യഥാർത്ഥത്തിൽ മത്സരിക്കുന്ന അയാളോട് തന്നെയാണ്. അപ്പൊ ഈ ഒരു മെന്റാലിറ്റിയോടുകൂടി വേണം ഇന്നത്തെ മീറ്റിംഗ് എല്ലാവരും കേൾക്കാൻ. നമുക്ക് നമ്മുടെ സഹപ്രവർത്തകരോടോ ആർഷമിനുള്ള മറ്റുള്ളവരോടോ അല്ലെ മറ്റ് കമ്പനിയുമായിട്ടോ ഒന്നുമല്ല മത്സരിക്കേണ്ടത്, അവനവനോട് തന്നെയാണ്. ആ മത്സരത്തില് വേണ്ട കുറച്ച് കാര്യങ്ങൾ. ആരൊക്കെയാണ് ആ മത്സരത്തിലെ കളിക്കാര്? അപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു വേൾഡ് കപ്പ് മാച്ച് ഫൈനല്. തിങ്കളാഴ്ച വേൾഡ് കപ്പ് മാച്ച് ഫൈനല് കാണേണ്ടത് കൊണ്ടും കുട്ടികൾക്കെല്ലാം ഉറക്കളയ്ക്കേണ്ടതുകൊണ്ടും നമ്മുടെ കൊച്ചു കേരളത്തില് എല്ലാവർക്കും അവധി കൊടുത്തു, ഇല്ലേ? പക്ഷെ നമ്മുടെ രാജ്യം കളിക്കുന്നുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കളിച്ചതാരാണ്? മറ്റു രാജ്യക്കാര്. അപ്പൊ യഥാർത്ഥത്തില് ഇന്ന പോസ്റ്റില് റജിമോൻ സാർ ഇട്ടിട്ടുണ്ട്, കളി കാണാൻ വരുന്നവരല്ല വേണ്ടത്, ഇറങ്ങി കളിക്കാൻ തയ്യാറാവുന്നവർ വേണം ഈ മാച്ചിൽ, നമ്മുടെ ആർഷ്യം എന്ന് പറയുന്ന ഈ ഒരു മാച്ചിൽ വരേണ്ടത്. കാരണം നമുക്ക് പുറത്തിരുന്ന് കളി കണ്ട് വിജയിക്കുന്നവർക്ക് കൈയടിക്കുന്നതോടെ ഒപ്പം തന്നെ ഇറങ്ങി കളിച്ച് നമ്മൾ ഒരു വിജയിയായി മാറാൻ സാധിക്കണം. അതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്, ഒരു വ്യത്യാസവും ഇല്ല. നല്ല കുറച്ച് പോയിന്റ്സിനെ വ്യത്യസ്തമായിട്ട് അവതരിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ പുതുതായിട്ടൊന്നും ഞാൻ കണ്ടെത്തിയിട്ടില്ല. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നേരെ വിഷയത്തിലേക്ക് പോകാം. സാറേ, ഞാനൊന്ന് ഷെയർ ചെയ്യാണ്, ലാപ്ടോപ്പ് ആണ്, ഒന്ന് ഹോസ്റ്റ് ആക്കണം. ഹോസ്റ്റ് ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു പിങ്ക് കളറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലേ? പിങ്ക് നമുക്കറിയാം കീസോളിന്റെ ഒരു പിന്നെ യുണീക്ക് ആയിട്ടുള്ള ഒരു കളറാണ്. പ്രത്യേകിച്ച് ലേഡീസ് ഒക്കെ വരുമ്പോൾ പിങ്ക് കളറിലുള്ള ഡ്രസ്സുകൾ, കോട്ടുകളൊക്കെ ഇട്ടുകൊണ്ട് വരാറുണ്ട്. അപ്പൊ ഞാൻ പിങ്ക് തന്നെയാണ് ഇന്നത്തെ സെഷന് നമ്മൾ
PPTയുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എല്ലാവർക്കും ആർസ്യം എന്നുള്ള ഈ വേൾഡ് ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിപ്പോ പുതിയതായിട്ട് കുറച്ച് വളരെ വലിയ ഒത്തിരി കാലങ്ങളായിട്ടില്ലാത്ത കുറച്ച് പേര് പുതുതായിട്ട് കൂടെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ടാവും. അപ്പം അവർക്കൂടെ മനസ്സിലാവുന്ന തരത്തിൽ തന്നെയാണ് ആർസ്യം എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം, ആർസ്യം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ എങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കണം, അതിലെടുത്തു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അതിനകത്ത് പ്രവർത്തിക്കാൻ സാധിക്കണം. കാരണം ആർസ്യം എന്ന് പറയുന്നത് ഈ ഒരു നന്മ ഞങ്ങളുടെ കൈകളിലേക്ക് കിട്ടിയത് 2020-ലാണ്, കോവിഡിന്റെ സമയത്ത്. രജിമോൻ സാർ വഴിയാണ് ഞങ്ങൾ ഇതിലേക്ക് വരുന്നത്. ഇതുപോലെ ഓരോരുത്തർ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർ ഇന്ന് എന്നെ ശ്രമിക്കുന്ന 10-30ഓളം പേര് എടുക്കാറായിട്ടുണ്ട് നമ്മൾ. അപ്പൊ അതിൽ തന്നെ കുറെ അധികം പേര്, മിക്കവാറും പേര് എല്ലാവരും തന്നെ 99% ആൾക്കാരും ആരെങ്കിലും ഒരാൾ പറഞ്ഞറിഞ്ഞിട്ടായിരിക്കും ആർസ്യമിൽ വന്നിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ആർസ്യം എന്നുള്ള ഒരു നന്മ ഈ ലോകത്തിന് നമുക്ക് പ്രദാനം ചെയ്ത നമ്മുടെ TC ചബ്രാജി, അദ്ദേഹമാണ് ഇതിന്റെ ഫൗണ്ടർ, വിഷണറി ഫൗണ്ടർ എന്നാണ് അദ്ദേഹത്തെ എപ്പോഴും വിശേഷിപ്പിക്കുന്നത്. വിഷൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് ഇല്ലാത്തതിനെ, ഇനി വരാൻ സാധ്യതയുള്ളതിനെ മുൻകൂട്ടി കാണാൻ പറ്റുന്ന, ഉൾക്കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നവരെയൊക്കെയാണ് നമ്മൾ വിഷണറി ഫൗണ്ടേഴ്സ്, ദർശനം എന്ന് പറയും. അപ്പം അവർക്ക് അവരുടെ ഒറ്റ ദർശനമുള്ള, അവർക്ക് ആ ദർശനത്തിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ടായിരിക്കും, ആ വിഷനിൽ, ദീർഘവീക്ഷണത്തിൽ അടിസ്ഥാനപ്പെടുത്തി നിന്നുകൊണ്ടായിരിക്കും അവരെന്തൊരു കാര്യം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ വിരളമാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ് ലോകത്ത് നമ്മൾ വേൾഡ്, അല്ലെങ്കിൽ ഭൂമി ഉണ്ടായി ലോകം സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്ന ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ തൊട്ടെടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വിഷണറി മേനെ നമ്മൾ ഒരുപാട് പേരെ നമ്മൾ കണ്ട ചരിത്രമൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ആത്മീയമായിട്ടുള്ള ഗുരുക്കന്മാരുണ്ട്, പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള നേതാക്കന്മാരുണ്ട്, നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ഗാന്ധിജി ഉൾപ്പെടെ ഇവരെല്ലാം വിഷണറി മേന. അവരുടെ വിഷനെ അടിസ്ഥാനമായി, അല്ലെ ആ വിഷനിൽ വിശ്വാസം ഉണ്ടായിട്ടാണ് അവരിൽ ഫോളോവേഴ്സ് ഉണ്ട്. അവരോട് എപ്പോഴും ചിലർക്ക് ഭക്തിയുള്ളവരായി മാറും, ചിലര് അവരോട് ഇഷ്ടം കൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു മൂല്യമുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ ആർസ്യമിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള വിഷണറി മേൻ. അപ്പൊ അദ്ദേഹം രൂപം കൊടുത്തൊരു പ്രസ്ഥാനമാണ് ആർസ്യം എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്കറിയാം ട്രാൻസ്ഫോമിംഗ് ലൈഫ്സ് ദ പവർ ഓഫ് വാല്യൂസ്. അതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് നേരത്തെ ആർസ്യം തുടങ്ങുന്ന സമയത്ത് ട്രാൻസ്ഫോമിംഗ് ലൈഫ്സ് ആൻഡ് ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നായിരുന്നു ലോഗോ, അതിന്റെ ടാഗ് ലൈൻ കൊടുത്തിരുന്നത്. ഇത് നമ്മൾ 2022 ശേഷം ഇത് മാറി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർസ്യം വളരുകയാണ്. അപ്പം ഇന്ത്യയിൽ മാത്രം നിന്നാൽ പോരാ, ഇത് ലോക രാഷ്ട്രങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ട്രാൻസ്ഫോമിംഗ് ലൈഫ്സ് ഓഫ് ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ഏകീയമായ, അല്ലെങ്കിൽ ഒരു രാജ്യ തലത്തിലേക്ക്, ഒരു പ്രാദേശികമായി ഒതുങ്ങിപ്പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് അദ്ദേഹം അതിനെ മാറ്റി ട്രാൻസ്ഫോമിംഗ് ലൈഫ്സ് ദ പവർ ഓഫ് വാല്യൂസ്. നമ്മുടെ മൂല്യങ്ങളുടെ, വാല്യൂസ് എന്ന് പറഞ്ഞ മൂല്യങ്ങൾ നമുക്കറിയാം, പവർ, ശക്തി. അപ്പം മൂല്യങ്ങളുടെ ശക്തിയിൽ നിന്നിട്ട് വേണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിവർത്തനം ഉണ്ടാക്കാൻ. അപ്പൊ അല്ലാതെ വെറുതെ കുറച്ച് പൈസ ഉണ്ടാക്കി കുറച്ച് പണക്കാരനായി, അല്ലെ എന്തെങ്കിലുമൊക്കെ കുറെ കഴിച്ച് കുറച്ച് ആരോഗ്യം നേടി എന്നുള്ളതല്ല. കൃത്യമായ ശരിയായ മൂല്യങ്ങളുള്ള സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യം നേടുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്കൊരു സാമ്പത്തികമായ സ്വാതന്ത്ര്യത്തിലേക്ക് പോകാൻ സാധിക്കുന്നുള്ള ഒരു കൺസെപ്റ്റാണ് ആർസ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിന് അദ്ദേഹം, പ്ലാൻ ബുക്ക് കയ്യിലുള്ളവർക്കൊക്കെ അറിയാം, അദ്ദേഹം അവിടെ ഒരു അസോസിയേറ്റ് ബയർ ആർസ്യമിൽ വന്നു കഴിഞ്ഞാൽ വേണ്ട ഗുണങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചെങ്കിൽ, ലോക ചരിത്രത്തിൽ തന്നെ ഇന്ന് വരെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാനായിട്ട് വരുന്ന ഒരു കസ്റ്റമർക്ക് എന്തൊക്കെ ഗുണങ്ങൾ വേണമെന്ന് ഏതെങ്കിലും ഒരു ബിസിനസിന്റെ ഓണർ, ഒരു ഫൗണ്ടർ, വിഷണറി ഫൗണ്ടർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തോരം ഇതിനകത്തിരിക്കുന്ന ആൾക്കാരൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് കസ്റ്റമേഴ്സാണ്, ഉപഭോക്താക്കളാണ്, സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ. ഏതെങ്കിലും ഒരു ഷോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇന്ന ഗുണങ്ങളുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഈ ഉൽപ്പന്നങ്ങൾ തരത്തുള്ളൂ എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ആർസ്യമിലും അങ്ങനെ ഈ ഗുണങ്ങളുണ്ടെങ്കിലേ തരത്തുള്ളൂ എന്ന് പറയുന്നില്ല. പക്ഷെങ്കിൽ ഒരു അസോസിയേറ്റ് ബയർ ആയി വന്നാൽ വേണ്ട ഗുണങ്ങൾ എന്ന് നോക്കി 7 ഗുണങ്ങളെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. വിശ്വാസം ഉണ്ടാവണം, നമുക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടാവണം, പ്രസ്ഥാനത്തിൽ വിശ്വാസം, മറ്റുള്ളവരിൽ വിശ്വാസം ഉണ്ടാവണം, നമ്മളും വിശ്വസ്തരായിരിക്കും, ഐക്യം വേണം, ഉത്തരവാദിത്വം വേണം, നേതൃത്വ പാടവം വേണം, ലഹരിയോടുള്ള നിർമ്മാർജ്ജനം, ലഹരികളിൽ നിന്നുള്ളൊന്നും ഉപയോഗിക്കാൻ പാടില്ല, അതിന് നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്നവരായിരിക്കണം, ക്രിയാത്മകമായ കാഴ്ചപ്പാട്, എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നവരായിരിക്കണം. അപ്പൊ ഈ ഒരു സ്ലൈഡിൽ തന്നെ നമുക്ക് എന്തോരം കാര്യങ്ങൾ, അല്ലെ, ഒരു ആർസ്യം എന്നുള്ള ഒരു പ്രസ്ഥാനത്തിൽ, ഈ ആർസ്യം വേൾഡിലേക്ക് വരുമ്പോൾ നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം പറയാണ്.
അടുത്തത് നമുക്കറിയാം ഇന്നത്തെ വിഷയം, ഇന്നത്തെ സബ്ജക്റ്റ് ഇതിലേക്ക്, ഞാൻ നേരെ സബ്ജക്റ്റിലേക്ക് തന്നെ കയറിയാണ്. 3C വേഴ്സസ് 3C എന്നാണ്. ഒരു പക്ഷെങ്കിൽ കുറച്ചു പേർക്കൊക്കെ അറിയായിരിക്കും എന്താണ് സി എന്ന് പറഞ്ഞത്. ഇപ്പൊ സി എന്ന് പറയുന്ന ഒരു അക്ഷരം, ഒരു ഇംഗ്ലീഷ് അക്ഷരം ആരയിലെ മൂന്നാമത്തെ അക്ഷരമാണ്. ABCD അല്ലേ നമ്മൾ പറയാറുണ്ട്. ABCD പോലും അറിയത്തില്ല എന്ന് പറയാറുണ്ട്, അറിയാമെന്നും പറയാറുണ്ട്. അപ്പം പക്ഷെ ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ABCD അറിയത്തില്ല, നെഗറ്റീവ് പറയാനായിട്ടാണ് പലപ്പോഴും അത് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് സിയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇന്നൊരു മാച്ചാണ് നടക്കാൻ പോകുന്നത്. ആർസിയം വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ഓരോ ആർസിയം പ്രവർത്തകരും അവരവരുടെ ഒരു മാച്ചാണ്. നിങ്ങളാണ് ഇന്നത്തെ കളിക്കാരൻ. അവനവൻ തന്നെ, നിങ്ങൾ എന്നെ ശ്രവിക്കുന്ന ആൾക്കാർ ഓരോരുത്തരും ഇന്ന് ഇതിന്റെ പ്ലേയേഴ്സ് ആയി മാറും. ഞാൻ പറയുന്ന കാര്യങ്ങൾ റേഡിയോ പോലെ കേൾക്കുക എന്നുള്ളതല്ല, നിങ്ങളുടെ ഉള്ളില് ഒരു പ്ലെയർ ഉണ്ട്, ഒരു ബെസ്റ്റ് കളിക്കാരൻ. ആ കളിക്കാരൻ കാരണം ജീവിതത്തിലെ മാച്ചാണ് പറയാൻ പോകുന്നത്. ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ട കാര്യങ്ങളാണ്. അതിനെ ഒന്ന് ആർസിയമായിട്ട് കണക്ട് ചെയ്ത് ആർസിയമിലും വിജയിക്കാം. ഇതാണ് ഇന്നിവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സിയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം സി എന്നുള്ള അക്ഷരത്തില് കുറെ പദങ്ങളെ കണക്ട് ചെയ്താൽ ഒരു പക്ഷേ ജീവിതത്തിൽ വിജയത്തിലേക്ക് വരാൻ നമുക്ക് സാധിക്കുന്നുള്ള. അപ്പം അതെന്താണെന്ന് ഒരു ആകാംക്ഷയോടെ നിങ്ങൾ കാത്തിരിക്കാനൊക്കെ. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത്, ആർസിയം എന്ന് പറയുന്ന ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖല, ഒരു പ്രൊമോഷൻ ഇൻഡസ്ട്രിയാണ്. ആ പ്രൊമോഷൻ ഇൻഡസ്ട്രി ഡയറക്ട് സെല്ലിങ്ങിൽ ഇടനിലക്കാരും പരസ്യവും ഇല്ലാതെ ആൾക്കാരിലേക്ക് നിത്യോപയോഗ സാധന ഉൽപ്പന്നങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത. അപ്പൊ ഇന്ന് ലോകത്താകമാനം നിരവധി ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുണ്ട്. അപ്പൊ നമുക്ക് 3 കോമൺ സി ആയിട്ടുള്ള 3 സികളെ ഒന്ന് പരിശോധിച്ചാൽ ഈ കാര്യങ്ങളുള്ള കമ്പനികളെ വേണം നമ്മൾ പ്രവർത്തിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യാൻ. ഡയറക്ട് സെല്ലിംഗ് കമ്പനി ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്. അപ്പൊ അതിലെ 3 സി ഇതാണ്: കമ്പനി, കസ്റ്റമർ, കോമ്പറ്റീറ്റർ. അപ്പം ഏതാണ് കമ്പനി? നമ്മൾ ഒരു മാച്ച്, ഒരു ഫുട്ബോൾ മാച്ച് കാണാൻ പോകുമ്പം ആരൊക്കെ തമ്മിലാണ് മത്സരം, അല്ലെ? ആരാണ് സംഘടിപ്പിക്കുന്നത്? അപ്പം ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. നമ്മൾ നാട്ടിൽ നടക്കുന്ന ഒരു നാടൻ പന്ത് കളി എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ പോയി കുറച്ചു നേരം കാണാനേ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ എല്ലാവരും ഉറക്കളച്ചിരുന്ന് കാണുന്ന കളികൾ ഏതൊക്കെയാണ്? അപ്പം അത്ര ക്വാളിറ്റി ആയിരിക്കണം. ആ കളി സംഘടിപ്പിക്കുന്ന ആളുടെ ക്വാളിറ്റി ഉണ്ട്. അപ്പം ഇവിടെ ഈ ആർസിയം വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ള കളികൾ സംഘടിപ്പിക്കുന്ന കമ്പനി ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ 3 പാരാമീറ്റർ നോക്കാം. കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ആർസിയം എന്നുള്ള പ്രസ്ഥാനം 26 വർഷമായി തുടങ്ങിയിട്ട്. ആർസിഎമ്മിന്റെ ഏറ്റവും വലിയൊരു ടാഗ് ലൈൻ നമ്മൾ പറഞ്ഞു, ട്രാൻസ്ഫോമിംഗ് ലൈഫ് വിത്ത് ദ പവർ ഓഫ് വാല്യൂസ്. അപ്പം മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനം, അതിന്റെ വളർച്ച ഒരു പക്ഷെങ്കിൽ ഇന്ന് വന്നാൽ ഉടനെ നമുക്ക് ലക്ഷങ്ങൾ ഇതിനകത്തുനിന്ന് കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ നമ്മൾ കളിച്ച് പഠിക്കാനായിട്ട് വാല്യൂസ് ആണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും. അപ്പം മൂല്യങ്ങളിൽ മൂല്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഓരോ വ്യക്തിയും, ഇന്ന് ശ്രമിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ടുള്ള ഓരോ വ്യക്തിയും മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാർ തന്നെയാണ്. അല്ലെങ്കിൽ ഈ 5:30 മണിക്ക് ഇതിനകത്ത് വരത്തില്ല. അപ്പം ഈ മാച്ച് നിങ്ങൾക്കും കളിക്കാൻ പറ്റും എന്നുള്ളതാണ്. കാണുകയല്ല, കളിക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മളുടെ കമ്പനിയെ കുറിച്ച് നോക്കുമ്പോൾ കമ്പനിയുടെ പിന്നെ ഉടമസ്ഥൻ ആരാണ് ഇത് തുടങ്ങിയത്? നമ്മളതെല്ലാം പറഞ്ഞു അല്ലെ. TC ചബ്രാജിയാണ്. രാജസ്ഥാനിലെ ഭിൽവാരയിലാണ് ഇത് തുടങ്ങിയത്. 2000-ലാണ് ആർസിയം എന്നുള്ള പേര് തുടങ്ങിയെങ്കിൽ ആ കമ്പനിക്ക് ഒരു മദർ കമ്പനി ഉണ്ട്, ഒരു മാതൃ സ്ഥാപനമുണ്ട്, ഫാഷൻ ഷൂട്ടിങ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. നിങ്ങളൊന്ന് വെബ്സൈറ്റിൽ അടിച്ചു നോക്കിയാൽ അറിയാം. 1977 മുതൽ പിന്നെ തുണി നിർമ്മാണത്തില് ഏറ്റവും കൂടുതൽ ഇന്ന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നല്ല കമ്പനികളിൽ നിന്ന് 10 കമ്പനികൾ എടുത്താൽ ഏറ്റവും നല്ലൊരു കമ്പനിയാണ് ഫാഷൻ ഷൂട്ടിങ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. അതിന്റെ തന്നെ ഒരു സഹോദര സ്ഥാപനമാണ് ആർസിഎം. ആർസിഎമ്മിന്റെ ഫുൾ ഫോം നമുക്കറിയാം, റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് എന്നാണ്. ആർസിഎം കൺസ്യൂമർ പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന കമ്പനിയുടെ പേര്. അപ്പൊ തീർച്ചയായിട്ടും കമ്പനിയെ കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും ഇത് ആർസിഎം ഇതിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. ഒരു ഗ്രോത്ത് ഉള്ള കമ്പനിയാണോ? എത്ര വർഷമായിട്ടുണ്ട്? ആരൊക്കെയാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്? ആരൊക്കെയാണ് ഇതിനെ നയിക്കുന്നത്? അതിന്റെ പ്രോഡക്റ്റ് എന്തൊക്കെയാണ്? അത് നമുക്ക് വേണ്ട പ്രോഡക്റ്റുകളാണോ? അപ്പൊ അങ്ങനെ കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടത് കസ്റ്റമേഴ്സിനെയാണ്. നമുക്ക് ഈ പ്രോഡക്റ്റുകൾ ഇത് വിൽക്കുന്ന ആർസിഎം പോലെ അല്ലെങ്കിൽ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾക്ക് കസ്റ്റമറെ ലഭിക്കാൻ സാധ്യതയുണ്ടോ? ഉപഭോക്താക്കളെ ലഭിക്കാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലേ. ആർസിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ്? നിത്യോപയോഗ സാധനങ്ങളാണ്. അപ്പൊ നിത്യോപയോഗ സാധനങ്ങളാണോ? അത് കൃത്യമായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കസ്റ്റമറിന് ആവശ്യമുള്ളതാണോ?
ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ വാങ്ങി വെച്ചിട്ട് ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇതിലേക്ക് പ്രതിമാനം പോകുന്നില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാലോചിക്കുക, നിങ്ങളെ സമീപിച്ചിട്ടുണ്ടാവും. കാരണം ഇപ്പൊ ലക്ഷങ്ങൾ വരാം. നിങ്ങളൊന്ന് ചേർന്നാൽ മതി, നിങ്ങൾ ആരെ ഇതിനകത്ത് വിൽക്കാനൊന്നും പോകണ്ട, നിങ്ങളൊന്ന് ചേർന്ന് നിന്ന് രണ്ടുപേരെ പരിചയപ്പെടുത്തി ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് മോഹന വാഗ്ദാനങ്ങളുമായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ സമീപിക്കും. പക്ഷെ അതിനെയൊക്കെ നമ്മൾ അപഗ്രഥിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പ്രവേശിക്കാവൂ. ആർസിഎമ്മിനെ അതുപോലെയാണ്. ആർസിഎം കേട്ട ഉടനെ നമ്മൾ ചാടിക്കയറി ആർസിഎം ചെയ്യാന്നുള്ളതെല്ലാം പഠിക്കുക. അപ്പൊ അതിലൊരു കസ്റ്റമർ ബാങ്ക് ഒരു കസ്റ്റമർക്ക് വേണ്ട സാധനങ്ങളാണെന്നറിയാൻ ആപ്ലിക്കേഷൻ ഓഫ് കാർ എന്ന് പറയും, CAR. കാർ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും സഞ്ചരിക്കുന്ന ഒരു വാഹനമാണ്. എല്ലാവർക്കും ഒരു വീട്ടിലൊരു കാർ കാണും. ഇനി കാർ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഇവിടെ നമ്മൾ അതിനൊരു നിർവചനമുണ്ട്. കാർ എന്ന് പറഞ്ഞാൽ C ഫോർ കൺസ്യൂമബിൾ, അതായത് നിത്യ ഉപയോഗ സാധനങ്ങളാണോ ആർസിഎമ്മിലുള്ളത്. അപ്പം എന്നും വേണ്ട സാധനങ്ങളാണല്ലേ ആൾക്കാർ വാങ്ങത്തുള്ളൂ. ഇനി അതിനെ അഫോർഡബിൾ, A ഫോർ അഫോർഡബിൾ, അതിന് താങ്ങാവുന്ന വിലയുള്ളൂ. താങ്ങാവുന്ന വില എന്ന് പറയുമ്പോൾ വില കൂടുതലോ കുറവോ എന്നുള്ളതല്ല, തീരെ കുറവൊന്നുമല്ല. ഏതൊരു മനുഷ്യനും, ഒരു പാവപ്പെട്ടവനാണെങ്കിലും ഒരു പണക്കാരനാണെങ്കിലും ഒരുപോലെ ആവശ്യമുള്ളതും അവർക്ക് വാങ്ങി ഉപയോഗിക്കാൻ അവരുടെ കപ്പാസിറ്റിക്ക് പറ്റുന്നതുമായ ഉൽപ്പന്നങ്ങളാണോ യഥാർത്ഥത്തിൽ. ഞാൻ പഠിച്ചത് പ്രകാരം കഴിഞ്ഞ 6 വർഷത്തെ എൻ്റെ ഒരു മനസ്സിലാക്കലുകളിൽ നിന്ന് മനസ്സിലാക്കിയത്, ഏതൊരാൾക്കും, ഇന്ത്യയിലുള്ള ഏതൊരാൾക്കും താങ്ങാവുന്ന വിലയെ ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ, അത് പണക്കാരനായതുകൊണ്ട് അതിനു വേണ്ടി പ്രീമിയം ക്വാളിറ്റിയിലുള്ള സാധനങ്ങളോ, എന്നാൽ എക്കണോമിക്കലി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കുറഞ്ഞ സാധനങ്ങളോ നമ്മൾ ആർസിഎമ്മിൽ കൊടുക്കുന്നില്ല. ഏതൊരാൾ വന്ന്, ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നും പ്രസിഡന്റ് വന്നും മേടിച്ചാലും, ഇന്ന് നമ്മളെ നാട്ടിൽ ഞാൻ എന്നെ പോലുള്ള സാധാരണക്കാരൻ പോയി ആർസിഎമ്മിൽ നിന്ന് മേടിച്ചാലും ഒരേ ക്വാളിറ്റിയാണ് കിട്ടുന്നത്. അതേസമയത്ത് നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ മറ്റേതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിൽ നിങ്ങൾ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പല ക്വാളിറ്റി ഉണ്ട്. ലോ ക്വാളിറ്റി ഉണ്ട്, മീഡിയം ഉണ്ട്, ഹൈ പ്രീമിയം ക്വാളിറ്റി ഉണ്ട്. പ്രീമിയം ക്വാളിറ്റി പണക്കാർക്ക് വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നു. ലോ ക്വാളിറ്റി എന്ന് പറയുന്നത് മിഡിൽമാൻ, അതായത് ഇടനിലക്കാർക്ക്, ഇടത്തരംകാർക്ക് അവൻ. അപ്പൊ തീരെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ സാധനമാണ്. അപ്പം അവിടെ ആരോഗ്യത്തിനായിരിക്കില്ല പ്രാധാന്യം. കൂടുതൽ വില കൊടുത്ത് പ്രീമിയം സാധനം മേടിക്കുന്നതിന് ചിലപ്പോൾ ആരോഗ്യം കിട്ടും, മറ്റേ രണ്ടുപേർക്കും ആരോഗ്യമായിരിക്കില്ല, വിലക്കുറവ്, ലാഭം മാത്രമേ ഉള്ളൂ. പക്ഷെ ലാഭത്തിന് വേണ്ടി നമ്മൾ പോകുമ്പോൾ നമ്മൾ നശിപ്പിക്കുന്ന നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ലെന്നുള്ള. അപ്പം അതേ സമയത്ത് ഇവിടെ ഒരു കസ്റ്റമർക്ക് താങ്ങാവുന്ന വിലയിൽ ഏറ്റവും നല്ല സാധനങ്ങൾ. ഇനി കാറിന്റെ R ഫോർ റിപ്പീറ്റബിൾ എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചുപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് എല്ലാം, അല്ലേ? നമ്മൾ രാവിലെ ഉപയോഗിക്കുന്ന ബ്രഷും പേസ്റ്റും തൊട്ട് എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ട സാധനങ്ങളാണ്. അത് ഉപയോഗിച്ചാൽ തീർന്നു കഴിഞ്ഞാൽ വീണ്ടും വേണം. അപ്പം ആർസിഎമ്മിലെ ഒരു പ്രോഡക്റ്റ് വൈസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളാണ്. അതിന് നമുക്ക് ന്യായമായ വില, അതായത് റീസണബിൾ പ്രൈസ്, അതാണ് അഫോർഡബിൾ പ്രൈസ് എന്ന് പറയുന്നത്. അത് ന്യായമായ വിലയിൽ കിട്ടുന്നു. എന്നും വേണ്ടതാണ്. ഉപയോഗിച്ചാൽ തീർന്നു കഴിഞ്ഞാൽ എന്നും വേണം. ആട്ട എന്നും വേണം, വീട്ടിലെ ആവശ്യം. ഒരു നേരമെങ്കിലും ആട്ട ഉപയോഗിക്കാൻ തരില്ല. എണ്ണ എല്ലാ ദിവസവും വേണം. ഉപയോഗിച്ച് തീരുമ്പോൾ വീണ്ടും മേടിക്കാം. പക്ഷെ മറ്റ് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിലൊക്കെ നമ്മൾ വൺ ടൈം മേടിച്ച് ആ ബിസിനസ് ചെയ്യാനായിട്ട് നമ്മൾ വാങ്ങുമ്പോൾ ആ ഉൽപ്പന്നങ്ങൾ ഒറ്റത്തവണയെ മേടിക്കാൻ പറ്റത്തുള്ളൂ. പിന്നീട് ഒരാൾക്ക് അതുകൊണ്ട് കൊടുത്താൽ നമുക്ക് വാങ്ങത്തില്ലാരും. പക്ഷെ ഇവിടെ നമുക്കോ ആർസിഎമ്മിൽ നമുക്ക് ന്യായ വിലയിൽ കിട്ടുന്നു. അത് നമുക്ക് വേണമെങ്കിൽ MRPയിൽ കൊടുക്കാം. MRP ആണെങ്കിൽ പോലും നമ്മളൊരു കമ്പാരിസൺ നടത്തിയാൽ ഇന്ന് മാർക്കറ്റിലുള്ള ഗുണനിലവാരം കൂടിയ ഉൽപ്പന്നങ്ങളും നമ്മുടെ അതേ ക്വാളിറ്റിയുള്ള നമ്മുടെ ആ ക്വാളിറ്റിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റിയിലുള്ളതുമായിട്ട് കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ നമ്മുടെ ഉൽപ്പന്നത്തിന് ഇപ്പോഴും MRPയിൽ പോലും ന്യായവിലയുള്ളൂ. അപ്പം ഐഡിയ ഇല്ലാത്ത ഒരാൾക്ക് വാങ്ങണേലും നമുക്കൊരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഹാപ്പി ആയിരിക്കും. ഇനി കോമ്പറ്റീറ്റർ എന്ന് അറിയാൻ സമാനമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്. ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഒരു സൈഡിലുണ്ട്, സമാനമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കമ്പനികൾ ആർസിഎമ്മിന്റെ ചുവട് പിടിച്ച് വന്നിട്ടുണ്ട്. അത് കൂണുപോലെ വരും, കൂണുപോലെ പോവുകയും ചെയ്യും. അപ്പൊ കോമ്പറ്റീറ്റർ ആരാന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ മാർക്കറ്റിലെ ഒരു കമ്പാരിസൺ കൂടെ നമുക്ക് നടത്തി നോക്കിയാൽ അതിന്റെ പ്രൈസും ക്വാളിറ്റി ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെ ചൂസ് ചെയ്യാൻ, ഇത് കൊള്ളാം, ഇതെനിക്ക് വേണം എന്ന് നമുക്ക് മനസ്സിലാവും. ഒരു സാധാരണ ഉപഭോക്താവായിരുന്നുകൊണ്ട് മനസ്സിലാവും. അപ്പം ആദ്യത്തെ കോമൺ ആയിട്ടുള്ള 3 Cകൾ ഇതാണ്. ഇതിനെ നമ്മളൊന്ന് മനസ്സിലാക്കുക. ഇനിയാണ് നമ്മൾ സിയുടെ മാജിക്ക്, അതായത് ഞാനിത് ഇതൊന്ന് തയ്യാറാക്കാനായിട്ട് കുറച്ച് പഠനം പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, സി ഇല്ലാതെ ആർസിഎമ്മിൽ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുക. സി ഇസ് ദ സെന്റർ ഓഫ് ആർസിഎം. അതാ ആർസിഎമ്മിന്റെ സെന്ററിൽ തന്നെ സിയാണ്. ആർസിഎം സി ഇല്ലെങ്കിൽ ആർസിഎം ഇല്ല. അപ്പം സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൺസെപ്റ്റ് എന്നാണ്, അതായത് ഒരു ആശയം. അപ്പം
ആർസിഎമ്മിനെ നമ്മൾ അതിന്റെ മലയാളം പറഞ്ഞ റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ശരിയായ ആശയത്തിലുള്ള വിപണനം എന്നാണ്. അപ്പം നമ്മൾ ശരിയായ ആശയം ഉള്ളത് കൊണ്ടാണ് ഈ വിപണനത്തിന് ഇത്രയും പ്രത്യേകത കിട്ടുന്നത്. അല്ലെങ്കിൽ സാധാരണ മാർക്കറ്റിംഗ് പോലെ പൊതു വിപണിയിൽ കിട്ടുന്ന എല്ലാ ഉൽപ്പന്നം, ഇവിടെ ഉപ്പുണ്ട്, പുറത്ത് ഉപ്പുണ്ട്. അപ്പം അത് തമ്മിലുള്ള ഒരു വ്യത്യാസം വരണമെങ്കിൽ ആ ഉപ്പ് നിർമ്മിച്ചിരിക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. കാരണം നമുക്കറിയാം നമ്മുടെ കമ്പനിയിൽ 5 വെള്ള വസ്തുക്കൾ ഉപേക്ഷിക്കണമെന്നാണ് നമ്മുടെ ആർസിഎമ്മിൽ വന്നാണ് ആദ്യം പഠിപ്പിക്കുന്ന കാര്യം. ആൾക്കാർ വന്നാടിനെ ആദ്യം ചോദിക്കുന്നത്, പുതിയ ആൾക്കാർ വന്നാടിനെ ആദ്യം ചോദിക്കുന്നത് ആർസിഎമ്മിൽ പഞ്ചസാര കിട്ടുമെന്ന്. നമ്മൾ യഥാർത്ഥത്തിൽ ആർസിഎമ്മിൽ പഞ്ചസാര ഇല്ല. കാരണം പഞ്ചസാര ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മളിത് അറിയാതെ കഴിഞ്ഞ ഒരു 6 വർഷം മുമ്പ് പഞ്ചസാര കലക്കി കുടിക്കുന്ന രീതിയായിരുന്നു എന്റെ വീട്ടിൽ, ഞാൻ ഉൾപ്പെടെ. അതിൽ നിന്നൊരു മാറ്റം നമുക്ക് വന്നത് യഥാർത്ഥത്തിൽ ആർസിഎമ്മിൽ വന്നപ്പോഴാണ്. ഇപ്പൊ ഷുഗർ ഉള്ളത് കൊണ്ട് ചിലപ്പം ആൾക്കാരെ പഞ്ചസാര ഉപേക്ഷിക്കാൻ മനസ്സോടെ തയ്യാറാവുമെങ്കിൽ പോലും എന്തുകൊണ്ട് ഷുഗർ മാത്രമല്ല, ഒരുപാട് ക്യാൻസർ പോലുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണം ഇന്ന് പഞ്ചസാരയുടെ അമിതമായ ഉപയോഗമാണ്. അപ്പം അത് നമുക്കില്ല. അപ്പം യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ഇതിൽ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ 5 വെള്ള വസ്തുക്കൾ എന്ന് പറയുന്ന പോലും ആ കൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെങ്കിൽ ആർസിഎമ്മിൽ ലാഭം ഉണ്ടാക്കാൻ, TCGക്ക് ലാഭം ഉണ്ടാക്കാനാണെങ്കിൽ ഈ പറഞ്ഞ വെള്ള വസ്തുക്കൾ മാത്രം വിറ്റാൽ മതി. ഏറ്റവും കൂടുതൽ ഇന്ന് വിറ്റഴിക്കപ്പെടുന്നതും നമുക്കറിയാം വെളുത്ത അരി, അതുപോലെ തന്നെ പഞ്ചസാര, ഉപ്പ്, മൈദ, ഇത്രയും കാര്യം, പാലുൽപ്പന്നങ്ങൾ. ഇതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വിപണിയിൽ ഒരു ദിവസം വിൽപ്പന നടക്കുന്നത്. പക്ഷെ ഈ 5 ഉൽപ്പന്നങ്ങളുടെ നിയന്ത്രണം നമുക്കുണ്ട്. ചില ഉൽപ്പന്നങ്ങളിൽ പാലിന്റെ ഉൽപ്പന്നം ചേർത്തിട്ടുണ്ട്, വേ പ്രോട്ടീൻ ആണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം വിത്തൗട്ട് സി ആർസിഎമ്മിനെ നമ്മൾ വിവക്ഷിക്കുകയാണെങ്കിൽ റൈറ്റ് മാർക്കറ്റിംഗ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. സി ഇല്ലാതെ ആർസിഎം പറഞ്ഞാൽ ശരിയായ ഒരു വിപണന രീതി എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ വിത്ത് സി ആർസിഎം ഈസ് റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്. അതാണ് യഥാർത്ഥത്തിൽ ആർസിഎമ്മിന്റെ വിവക്ഷ. ആ കൺസെപ്റ്റിനാണ്, സിക്കാണ് പ്രാധാന്യം. ആ സി എന്താണെന്ന് ചോദിച്ചാൽ അതിനെ ഒന്ന് പഠിക്കുക എന്നുള്ള. അതിനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ വെച്ചുകൊണ്ട് നമുക്ക് ആർസിഎമ്മിനെ പഠിച്ചാൽ നമുക്കറിയാം ജീവിതമാണ് ആർസിഎം എന്ന് പറയുന്നത്. വെറുതെ കുറച്ച് സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ തരുന്ന ഒരു പ്രസ്ഥാനമല്ല, ഇതൊരു ജീവിതമാണ്. അപ്പൊ നമ്മള് ഈ ഗോദായിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങി ഒരു യഥാർത്ഥത്തിൽ ഒരു കളിയാണ് നടത്താൻ പോകുന്നത്. നല്ലൊരു പ്ലെയർ ആകുക എന്നുള്ളതാണ്. നമുക്ക് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കാണികളായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറെ അസുഖങ്ങൾ മാത്രമേ കിട്ടത്തുള്ളൂ. നമ്മളൊരു പ്ലെയർ ആകുകയാണെങ്കിൽ നമ്മളെപ്പോലെ കളിക്കുന്ന ആൾക്കാരെ ലോകത്ത് നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. നമുക്കറിയാം ആർസിഎം 3C വേഴ്സസ് 3C എന്ന് പറഞ്ഞാൽ ആർസിഎം വേൾഡ് കപ്പ്. ആർസിഎം വേൾഡ് നമുക്കറിയാം. ആ കപ്പടിക്കാനായിട്ടാണ് നമ്മളെല്ലാം മത്സരിക്കേണ്ടത്. നമ്മുടെ എന്തുകൊണ്ട് ഈ മാച്ച് വെക്കുന്നു? ഇന്നത്തെ ഈ മാച്ചിനോട് സമാനമായ രീതിയിൽ ഇതിനെ കൺസെപ്റ്റിനെ ഞാൻ അവതരിപ്പിക്കുന്നത്, നമുക്കറിയാം എന്തെങ്കിലും ഒരു വിഷ്വലൈസ് ആയിട്ടുള്ള നമ്മുടെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്ന തലത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ ഓർമ്മിച്ചെടുക്കും. അപ്പം ഇന്നത്തെ ഈ ഒരു സെഷൻ എൻ്റെ ക്ലാസ്സിനല്ല ഓർത്തെടുക്കേണ്ടത്. ഇന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പോയിന്റുകൾ ആർസിഎം ഉള്ളിടത്തോളം കാലം, നിങ്ങൾ ആർസിഎമ്മിലുള്ളിടത്തോളം കാലം എന്നും നമുക്ക് വേണ്ട കുറച്ച് സികളെ കുറിച്ചാണ് പറയുന്നത്. ലൈഫിലാണെങ്കിലും ആർസിഎമ്മിലാണെങ്കിലും. ഞാൻ ആദ്യം ലൈഫിനെയാണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. അതിന് ശേഷം വേണമേ ആർസിഎമ്മിലേക്ക് കണക്ട് ആവും. നേരെ ആർസിഎം ചെയ്യണമെന്നല്ല പറയുന്നത്. അപ്പം ഇതൊരു ഫുട്ബോൾ മാച്ചാണ്. ആ മാച്ചിൽ ടീമുണ്ട്. ടീം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്കുണ്ട്, ആർസിഎമ്മിലും ഉണ്ട് ടീം. ടീം എന്ന് പറഞ്ഞാൽ ടുഗദർ എവരിവൺ അച്ചീവ്സ് മോർ. ഒന്നിച്ച് ഒരുമയോടുകൂടി ഒരു കാര്യത്തിന് വേണ്ടി എല്ലാവരും ഒന്നിച്ച് നിന്നാൽ അത് നമുക്ക് കൂടുതലായിട്ട് നേടാൻ പറ്റും. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് നമുക്ക് നേട്ടങ്ങൾ കൊയ്യാം, പക്ഷെ ആ നേട്ടത്തിനൊക്കെ പരിമിതികളുണ്ട്. പക്ഷെ നമുക്ക് ഒരു ടീമായിട്ട് നിൽക്കുമ്പോൾ നമുക്കറിയാം ഈ കഴിഞ്ഞ മാച്ചിൽ സംഭവിച്ചതിനെ കുറിച്ചൊക്കെ റെജിമോൻ സാർ പറഞ്ഞു. അപ്പൊ അവിടെ സംഭവിച്ച ഒരു ടീം സ്പിരിറ്റ്, ഒരാളിലേക്ക് കോൺസെൻട്രേഷൻ പോയി മറ്റൊരു ടീമിന് പ്രാധാന്യം കൊടുത്തു. അതുകൊണ്ടാണ് സ്പെയിൻ അവിടെ ജയിക്കാൻ സാധിച്ചത്. അപ്പം ആ തലത്തിലായിരിക്കണം നമ്മുടെ ഉള്ളിലും വേണ്ടത്. ഒരു ടീം സ്പിരിറ്റ് വേണം. ഞാൻ ഒറ്റയ്ക്ക് നിന്നെല്ലാം ചെയ്തോളാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. ആർസിഎമ്മിൽ എന്നാൽ ജീവിതത്തിൽ നമുക്ക് വീട്ടിൽ ഒരു കുടുംബം എന്ന് പറഞ്ഞൊരു ടീമാണ്. അച്ഛൻ, അമ്മ, മക്കൾ. അവിടെ ഒരു ടീം സ്പിരിറ്റ് വേണം. ഒന്നിച്ച് നിന്നൊരു കാര്യത്തിന് വേണ്ടി ചെയ്താലോ വീട്ടിലെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കും. ഒരാൾ മാത്രമായിട്ടോ നടക്കില്ല. സോറി. ഇതൊരു ലൈഫ് ചേഞ്ചിങ് മാച്ചാണ്. ആർസിഎമ്മിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒരു പരിവർത്തനമാണ്. അതാണ് ട്രാൻസ്ഫോമിംഗ് ലൈഫ്സ് വിത്ത് പവർ ഓഫ് വാല്യൂസ് എന്ന്. നമ്മുടെ ജീവിതത്തെ നമുക്ക് 120 ഡിഗ്രിയിൽ മാറ്റാം. നമ്മൾ എന്തായിരുന്നോ ഇപ്പം ഉള്ളത്, നിങ്ങളുടെ ആ നന്മ നിലനിർത്തിക്കൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ തിന്മകളെ മാറ്റിക്കൊണ്ട് നമുക്കൊരു ജീവിതത്തിൽ തന്നെ ഒരു വ്യതിയാനം വരുത്തുന്ന ഒരു ലൈഫ് ചേഞ്ചിങ് മാച്ചാണ് കളിക്കാൻ പോകുന്നത്. അപ്പം ഇവിടെ വേണ്ട 3 സികൾ ഒരു ടീമാണ്.
ഈ ടീമിലെ സികളെ ആരൊക്കെയാണ് നമുക്ക് നോക്കാം. അതാണ് ആദ്യത്തെ 3C എന്ന് പറയുന്നത്. അതിന് എന്താണ്? ഫോർ സക്സസ് ഇൻ ആർഷ്യം ആൻഡ് ലൈഫ്. ജീവിതത്തിലും ആർഷ്യമിലും വിജയിക്കാനായിട്ട് ഈ സികളെ ഒന്ന് മിനുക്കിയെടുത്താൽ മതി. ഈ സികളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷെ പലപ്പോഴും ഈ സി നമുക്ക് കൃത്യമായി ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. 3C നോക്കുക. ഒന്നാമത്തെ സി കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി ഞാൻ പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ആർഷ്യമിൽ തുടർച്ചയായിട്ട് കുറെ നാളുകളായിട്ടുള്ള ആൾക്കാരുടെ മനസ്സിലേക്ക് കൺസിസ്റ്റൻസി പർച്ചേസും ഒക്കെ കയറി വരാം. ഓക്കെ, അത് മാത്രമല്ല, അപ്പം നിരന്തരം ചെയ്യാന്നുള്ള, നിരന്തരം ഏത് കാര്യങ്ങളും നമുക്കറിയാം. ഒരു വലിയ വെള്ളച്ചാട്ടത്തിൽ നിന്നും പാറമേലേക്ക് വെള്ളം വീഴുന്നു. ഇനി വെള്ളച്ചാട്ടം മാറ്റിയിട്ട് ഓരോ തുള്ളിയാണ് എല്ലാ ദിവസവും ഒരു പാറയിലേക്ക്, വലിയ കടുപ്പമേറിയ കരിങ്കല്ലിലേക്ക് ഒരു തുള്ളി വെച്ചാണെങ്കിലും വീഴുന്നെങ്കിലും ഒരു വർഷം കൊണ്ട് ആ തുള്ളിയിൽ നിന്ന് അവിടെ ഒരു കുഴി ഉണ്ടാവും. ആ പാറയ്ക്ക് നിരന്തരമായിട്ട് ആ വെള്ളത്തുള്ളി, മാർദ്ദവമേറിയ ആ വെള്ളത്തുള്ളി നമുക്കറിയാലോ, വെള്ളം എന്ന് പറയുന്നത് ദ്രാവകമാണ്. പക്ഷെ ആ ദ്രാവകത്തിന് പോലും ഒരു പാറയെ തുളച്ചിറങ്ങാനുള്ള കരുത്തുണ്ട്. എങ്ങനെയാണ്? നിരന്തരമായിട്ട് വീണാലേ പറ്റത്തുള്ളൂ. വല്ലപ്പോഴും വീണ പാറയ്ക്ക് ഒരിക്കലും പൊട്ടലോ അതിന് ഷേപ്പിൽ മാറ്റവും വരത്തില്ല. അപ്പൊ ഒരു പാറയെ പോലും മാറ്റാനായിട്ട് ഒരു വെള്ളത്തുള്ളിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് നിരന്തരം വീഴുന്നോണ്ടാണ്. വല്ലപ്പോഴും ഒരാഴ്ച ഒന്ന് വീണു, രണ്ടാമത്തെ ആഴ്ച ഒന്ന് വീണു, അങ്ങനെ വീണ പാറയ്ക്ക് എന്തെങ്കിലും സംഭവിക്കും? ഒരു മാറ്റവും സംഭവിക്കും. അപ്പൊ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ സ്ഥിരതയോടെ നിരന്തരം ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കാറുണ്ട്. ഒരു ദിവസം പല്ല് തേക്കായിരുന്നു നോക്കി നമ്മുടെ വായിൽ ദുർഗന്ധം ഉണ്ടാവും, അല്ലെ? മറ്റുള്ളവരുടെ ചെന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ നിരന്തരം ചെയ്യേണ്ട കാര്യങ്ങളാണ്. പല്ല് തേക്കുക, അതുപോലെ തന്നെ കുളിക്കുക, ഭക്ഷണം കഴിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക. അപ്പൊ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യണം. ആർഷ്യമിലെ നമ്മൾ സാധനം എല്ലാ മാസവും പോയി സാധനം മേടിക്കുന്ന മാത്രമല്ല, ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങളുമായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്യണം. അങ്ങനെ കൺസിസ്റ്റൻസി ഉള്ള ഒരാൾക്ക് ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ പറ്റുന്നു. ജീവിതത്തിൽ നമുക്ക് കുറച്ച് മെമന്റോ കിട്ടുന്നതോ, കുറച്ച് കാശ് കിട്ടുന്നതോ, കുറച്ച് പദവികൾ കിട്ടുന്നതോ മാത്രമല്ല, ഈ കൺസിസ്റ്റൻസി നിന്നുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിലെ കൺസിസ്റ്റൻസി, നമ്മൾ ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദയുള്ള അതൊരു കൺസിസ്റ്റൻസിയാണ്. ഒരാളോട് ഒരു രീതി സംസാരിക്കുന്നു, വേറൊരാളോട് വേറെ രീതി സംസാരിക്കുന്നു, നമുക്ക് കൺസിസ്റ്റൻസി ഇല്ല. അപ്പം അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പക്ഷെങ്കിൽ നമുക്ക് സമയത്തിന്റെ പരിമിതികളുണ്ട്. അടുത്താണ് കമ്മിറ്റ്മെന്റ്. കമ്മിറ്റ്മെന്റ് നമുക്കറിയാം, നമുക്ക് ആത്മസമർപ്പണം എന്നാണ്. സമർപ്പണത്തോടുകൂടി നമ്മൾ ആത്മീയതയിൽ എടുത്തു നോക്കിയാൽ നമ്മൾ ദൈവത്തെ വിളിക്കുമ്പോൾ സമർപ്പണത്തോടുകൂടി ദൈവത്തിലെല്ലാം വിട്ടുകൊടുത്ത് നമ്മൾ അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ദൈവത്തിന്റെ അടുക്ക നമ്മൾ ആവശ്യങ്ങൾ പറയാറുണ്ട്. നമ്മൾ മനസ്സുകൊണ്ട് നമുക്ക് പല രീതിയിലാണ് പലരും പ്രാർത്ഥിക്കുന്നത്. അപ്പം ലോകാ സമസ്ത സുഖിനോ ഭവ എന്ന് പറഞ്ഞ ആർഷഭാരത സംസ്കാരത്തിന്റെ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. എല്ലാവർക്കും സൗഖ്യം ഉണ്ടാവട്ടെ. യഥാർത്ഥത്തിൽ ആർശയം കാംക്ഷിക്കുന്നതും അത് തന്നെയാണ്. അപ്പം കമ്മിറ്റ്മെന്റോട് കൂടിയുള്ള പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കമ്മിറ്റ്മെന്റിൽ വരുന്ന നമുക്ക് ഒരു ട്രസ്റ്റ്, ആൾക്കാരിലുള്ള ട്രസ്റ്റ്, നമ്മളിൽ തന്നെയുള്ള ട്രസ്റ്റ്, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരെ ഉയർത്താൻ ശ്രമിക്കുക, സേവാ മനോഭാവം ഉണ്ടാവുക, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഒരു കമ്മിറ്റ്മെന്റ്. വെറുതെ ഉണ്ടാകുന്നതല്ല, അത് ഒരു സമർപ്പണമാണ്, അത് ഉത്തരവാദിത്തമാണ്, സമർപ്പണമാണ്, ഒരു വാക്കല്ലത്. അപ്പൊ അതുണ്ടാവണം നമുക്ക്. അതുപോലെ തന്നെ അത് കോൺസ്റ്റന്റ് ആയിരിക്കുക എന്നുള്ള. കോൺസ്റ്റന്റ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയുടെ തന്നെ പോലെ തന്നെ സ്ഥിരതയാണ്, പക്ഷെ ഉറച്ചതായിരിക്കണം എന്നുള്ള. സ്ഥിരതയും ഉറപ്പുള്ള കാര്യം, ഒരു മാറ്റം ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ നമുക്കറിയാം, ആർഷ്യമിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചില ആൾക്കാര് അക്കരപ്പച്ച തേടിപ്പോവും. ഒരു ടീമിൽ വന്നു ജോയിൻ ചെയ്തു, കുറച്ച് കഴിയുമ്പോഴത്തേനും വേറൊരു ടീമിലെ ആരെങ്കിലും കാണും, അവിടെ സംസാരിക്കും, ഞങ്ങളുടെ ടീമിലേക്ക് വരുന്നു, വീട്ടിൽ വേറൊരാളുടെ ഒരു ഐഡി എടുത്തു, നിങ്ങൾക്ക് ഇവിടെ ഒരു ഐഡി തരാം. അങ്ങനെ ഒരു ഉറപ്പില്ലാതെ ചാഞ്ചാട്ടം. അത് ആർസിഎമ്മിൽ തന്നെ ചാഞ്ചാടുന്ന ആൾക്കാരുണ്ട്. ഇനി വേറെ കമ്പനിക്കാരെ നമ്മളെ കണ്ട് സംസാരിച്ച്, നിങ്ങൾ ആർസിഎം ചെയ്താൽ എന്നാ കിട്ടാനാ, എന്നും കൊണ്ട് സാധനം വിറ്റാലല്ലേ കിട്ടത്തുള്ളൂ, നിങ്ങൾക്ക് ഇവിടെ ഒന്നും വേണ്ട, നിങ്ങളും കൂടി ചേർന്നാൽ 25,000 രൂപ മുടക്കിയാൽ നിങ്ങൾ ജീവിതം ഞങ്ങളെ രക്ഷപ്പെടുത്തും, എല്ലാ മാസവും പിന്നെ ഇങ്ങനെ പൈസ ഒഴുകിക്കൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ചാഞ്ചാട്ടം ഉണ്ടാവും. അപ്പൊ മനസ്സിനുള്ള ചാഞ്ചാട്ടം ഉണ്ടാവാതിരിക്കാന്നാണ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. സ്ഥിരതയോടെ നമ്മൾ ചിലപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും, പക്ഷെ മനസ്സിൽ ചാഞ്ചാട്ടം മാറും. ഇത് ചെയ്താൽ വിജയിക്കുമോ, നമുക്ക് സംശയങ്ങളാണ്. അപ്പം ഈ 3 കാര്യങ്ങളെ കൃത്യതയോടെ നമുക്ക് ചെയ്യാൻ പറ്റിയ ജീവിതത്തിലും എങ്ങനെ തന്നെയാണ്. ആർസിഎം മാത്രമല്ല, സ്ഥിരത ഉണ്ടാവണം. ഏതൊരു കാര്യത്തിൽ സ്ഥിരത ഉണ്ടാവണം, ഒരു സമർപ്പണം ഉണ്ട്. എന്ത് കാര്യം ചെയ്യുമ്പോൾ ഒരു സമർപ്പണം ഉണ്ടാവണം. നമ്മൾ വഴി നടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ ടൂ വീലറിൽ പോകുന്നു, ഒരു ഓലമടൽ പിന്നെ വഴിയിൽ വീണ് കിടക്കുകയാണ്. അപ്പൊ എനിക്ക് തടസ്സമില്ല, വേണമെങ്കിൽ അതിന്റെ സൈഡിൽ കൂടെ കയറി പോവാം. പക്ഷെ ഞാൻ വിചാരിക്കേണ്ടത്
നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാളാണെങ്കിൽ ആ സ്കൂട്ടർ അവിടെ നിർത്തിയിട്ട് ആ ഓല മോഡൽ മാറ്റിയിടും. കാരണം എനിക്ക് പുറകെയും സ്കൂട്ടറിൽ ആൾക്കാർ വരാം, എതിർ സൈഡിൽ നിന്നും വരാം. അപ്പൊ അവർക്കും ഒരു അപകടം ഉണ്ടാവാതിരിക്കാൻ ഞാനിത് ചെയ്യണമെന്ന് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷെ ഞാൻ പോലും പലപ്പോഴും തിരക്കിന്റെ പേരിൽ വണ്ടി വെട്ടിച്ച് മാറ്റി പോകുമ്പോൾ വണ്ടി മാറ്റി വെച്ചിട്ട് വന്ന് ആ സാധനം എടുത്ത് മാറ്റി മറ്റൊരാൾ കൂടെ അപകടം ഉണ്ടായി. അതാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. അവിടെ അത് എങ്ങനെ അത് ചെയ്തില്ലെങ്കിൽ ആരും കാണുന്നില്ല, അങ്ങനെ ഒരാൾ ചോദിക്കത്തില്ല, നിങ്ങൾ എന്താണ് നിർത്തിയിട്ട് ഇത് ചെയ്യാൻ, ഞാൻ ചോദിക്കത്തില്ല. അപ്പം കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കണം ഏതൊരു കാര്യത്തിലും. നമ്മുടെ ആർസിഎമ്മിലേക്ക് വരുമ്പോൾ ആ കമ്മിറ്റ്മെന്റിന് മറ്റൊരുപാട് കാര്യങ്ങൾ, ഇപ്പൊ ഒരു കസ്റ്റമർ നമ്മൾ നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്തു, അവരുടെ വീട്ടിൽ ആരും ഇല്ല, സാധനങ്ങൾ കൊണ്ട് കൊടുക്കണം, ചിലപ്പോൾ കൊണ്ട് കൊടുക്കേണ്ടി വരും. ഒരു ആട്ട മാത്രമായിരിക്കും കൊണ്ട് കൊടുക്കണ്ടേ, അത് നമ്മൾ മേടിച്ചുകൊണ്ട് ചിലപ്പം ആ ആട്ടയ്ക്ക് കിട്ടുന്ന പൈസ ലാഭത്തെക്കാട്ടിൽ കൂടുതൽ നമുക്ക് ചെലവ് ഉണ്ടാവാം. പക്ഷെ നമ്മളൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ആ വ്യക്തി ഈ ഒരു നല്ല സാധനം മാത്രം ഉപയോഗിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് കൊണ്ട് കൊടുക്കും. പക്ഷെ കുറെ നാൾ കഴിയുമ്പോൾ ആ കമ്മിറ്റ്മെന്റിന്റെ ഫലം എന്ന് പറഞ്ഞാൽ ആ വ്യക്തി വഴി ചിലപ്പോൾ നമുക്ക് വലിയൊരു ടീം നമ്മെ സൃഷ്ടിക്കാൻ പറ്റും. അപ്പൊ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ജീവിതത്തിൽ എപ്പോഴും വേണ്ട ഒരു കാര്യമാണ്. അത് കോൺസ്റ്റന്റ് ആയിരിക്കണം എന്നുള്ള. അപ്പം ഇത് അവിടെ നോക്കിയ ഒരാൾ ഒരു ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, പക്ഷെ മാറ്റമില്ലാതെ നിൽക്കുന്നത് സൂര്യനാണ്. സൂര്യൻ എന്ന് ഉദിക്കും അല്ലെ? ആ സൂര്യൻ ഉള്ളത് കൊണ്ടാണ് വെള്ളം കൊണ്ട് മാത്രം ഒരു ചെടിക്ക് വളരാൻ പറ്റുമോ? വെള്ളവും വെളിച്ചവും വേണം അല്ലെ? സൂര്യപ്രകാശം ഉണ്ടെങ്കിലേ നമ്മൾ കൊടുക്കുന്ന വെള്ളം അതിനെ ഇല വരെ ആഗിരണം, വേരുകൾ എടുത്ത് ആഗിരണം ചെയ്തുകൊണ്ട് ചെടിക്ക് നിലനിൽക്കാൻ പറ്റുന്നത്. അപ്പൊ സൂര്യൻ എന്ന് പറയുന്നത് മാറ്റമില്ലാത്തതാണ്. ആ വ്യക്തി ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ വെള്ളം കൊടുത്തില്ലെന്ന് വരാം, പക്ഷെ നമ്മൾ ആ മാറ്റമില്ലാത്ത സൂര്യനിൽ കൂടെ നമ്മളെ പഠിക്കേണ്ട പാഠം അതാണ്, ഉറച്ചു നിൽക്കുക. എന്നും ഉദിക്കും, എന്നും അസ്തമിക്കും. സൂര്യൻ അസ്തമിക്കുന്നില്ല, ഉദിക്കുന്നില്ല, നമ്മുടെ ഭൂമി കറങ്ങുന്നതുകൊണ്ട് നമുക്ക് തോന്നുന്നതാണ്, പക്ഷെ സൂര്യൻ അവിടെ തന്നെ ഉണ്ട്. അതാണ്, അതുപോലെ ആയിരിക്കണം നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവർത്തനങ്ങളും. ഇനി നമുക്ക് അതിൽ കോൺസ്റ്റന്റ് ആയിട്ട് കൺസിസ്റ്റൻസിയോടുകൂടി ചെയ്യേണ്ട ഒരു 10 പോയിന്റ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെക്കാം. അല്ലെങ്കിൽ അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാനേ സമയമുള്ളൂ. നമുക്ക് ഏതൊക്കെ ഏരിയയിലാണ് ആർസിഎമ്മിൽ നമ്മൾ കൺസിസ്റ്റൻസി പുലർത്തേണ്ടതെന്നുള്ള. ആർസിഎമ്മിൽ സ്ഥിരത വേണ്ടത്. ഞാൻ ഈ പറയുന്നത് ജീവിതത്തിന്റെ കാര്യത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞ കുറെ പോയിന്റ് അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. ആർസിഎമ്മിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വരുന്നത് സബ്സെ പെഹലെ സെഹത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം ആരോഗ്യം, പിന്നീടാണ് പണത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഫോളോ സീഡ്സ് ആൻഡ് റൈസ് ഓഫ് ആർസിഎം. ഈ രണ്ട് പദങ്ങൾ ആർസിഎമ്മിൽ നിരന്തരം മീറ്റിംഗ് കേൾക്കുന്നവർക്കറിയാം. സീഡ്സ് എന്ന് പറയുന്നത് അത് വിത്തുകൾ എന്നാണ്, വിത്തെന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ ആ യഥാർത്ഥത്തിൽ നല്ല വിത്തുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നമുക്ക് നല്ല നല്ല ചെടികൾ, നല്ല വൃക്ഷങ്ങളെ വളർത്തിയെടുക്കുന്നത്. അപ്പൊ സീഡ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരം നോക്കണം, അതിനു വേണ്ടിയിട്ടാണ് സ്ലീപ്പ്, നല്ല ഉറക്കം ഉണ്ടാവണം, ഇമോഷണൽ വെൽബീങ്, നമ്മുടെ വൈകാരികമായ നിയന്ത്രണങ്ങളും നല്ല ചിന്തകൾ ഉണ്ടാവുക, എക്സസൈസ് ഉണ്ടാവുക, ഡി ഫോർ ഡയറ്റ്, എസ് ഫോർ സപ്ലിമെന്റ്സ്. അപ്പൊ സീഡ്സ് എന്ന് പറയുന്നത് പാലിക്കണം. ആദ്യം നമ്മുടെ ആരോഗ്യം നോക്കണം. അപ്പൊ ആൽസമിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ റൈസ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് പുതുതായിട്ട് വന്ന ഒരു കൺസെപ്റ്റ് ആണ് റൈസ്. റൈസ് എന്ന് പറഞ്ഞാൽ ആർ ഫോർ റൂട്ടീൻ, ദിനചര്യകൾ, കൃത്യമായ ദിനചര്യ, എക്സസൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കൃത്യസമയത്ത് എഴുന്നേൽക്കുക, പഠിക്കാൻ കാര്യങ്ങൾ പഠിക്കുക. ആർസിഎമ്മിലാകുമ്പോൾ നമുക്കറിയാം അതിന് കുറെ റൂട്ടീൻ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കാണ് റൈസും പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം ആർ ഫോർ റൂട്ടീന്, ഐ ഫോർ ഇൻടേക്ക്. ഇൻടേക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കുന്ന ഭക്ഷണ ഉൽപ്പന്നങ്ങളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ എസ് ഫോർ സപ്ലിമെന്റ്സ്, ഇവിടെ നമുക്ക് സപ്ലിമെന്റ്സിന് പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വേണ്ട പോഷകങ്ങളുടെ കുറവുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനായിട്ട് നല്ല നല്ല ഫുഡ് പോഷകങ്ങൾ കഴിക്കണം. അത് നമുക്ക് ആർസിഎമ്മിൽ ഉള്ളത് കൊണ്ട് നമ്മൾ ആർസിഎമ്മിന് ശുപാർശ ചെയ്യുന്നു. ഇനി അതില്ലെങ്കിൽ ഇത് തേടി നമ്മൾ പോകേണ്ടി വരും. അത് നല്ലതാണോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പക്ഷെ ഇവിടെ നമുക്ക് വർഷങ്ങളുടെ ഇതുകൊണ്ട് ആൾക്കാർ ഉപയോഗിച്ച ആൾക്കാർക്ക് ആരോഗ്യം കിട്ടിയിട്ടുള്ള സപ്ലിമെന്റ്സ് ഉണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് പോഷകങ്ങളുടെ ഡെഫിഷ്യൻസി ഉള്ളൂ ആഹാരത്തിൽ. അതുപോലെ തന്നെ ഇ ഫോർ, അവിടെയും നമുക്ക് ഇമോഷണൽ വെൽബീങ് ആണ്. അതായത് നമുക്ക് ആരോഗ്യ കാര്യത്തിൽ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ആരോഗ്യം. ഈ രണ്ട് കാര്യങ്ങൾക്കാണ് ആർസിഎം ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ഫോളോ ചെയ്യണം, നിരന്തരം ഫോളോ ചെയ്യണം. ഇവിടെയും കൺസിസ്റ്റൻസി വേണം. ആ കൺസിസ്റ്റൻസി പറയാനായിട്ടാണ് ഞാൻ ഇത്രയും പോയിന്റ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആർസിഎമ്മിന് 21 ഗോൾഡൻ റൂൾസ് ഉണ്ട്. ആ അപ്പം 6 ബേസിക്സ് ഉണ്ട്, 8 കോർ സ്റ്റെപ്സ് ഉണ്ട്. അതുപോലെ തന്നെ 7 കർദിനാൾ റൂൾസ്. ഇതാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. കൺസിസ്റ്റൻസി 21 ഗോൾഡൻ റൂൾസിലുള്ള ഈ കൺസിസ്റ്റൻസി നമുക്ക് ആർസിഎമ്മിൽ വിജയിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഇതിനകത്ത് ഡീറ്റെയിൽ പോയ ഒരു ദിവസം മുഴുവൻ പറയാനുള്ളതുണ്ട്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. നിങ്ങളെ ഇന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ.
നിങ്ങളുടെ ഇപ്പോൾ ആർസിഎമ്മിൽ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നവരിൽ ആ പിന്നെ പോസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങളുടെ അപ്ലയൻസുമായിട്ട് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ വന്നപ്പോൾ ഞാൻ മുർസാർ ഇട്ട ഒരു ഇതിൽ നിന്ന് വാട്സാപ്പിൽ നിന്ന് ഞാൻ എടുത്ത് ഇന്നും ആ ഫയൽ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് 3 കാര്യങ്ങൾ 21 ഗോൾഡൻ റൂൾസ്. അത് പാലിച്ചാൽ മാത്രമേ നമുക്ക് അത് കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യണം. അപ്പം നമുക്കറിയാം 6x6 6 പോയിന്റുകളുണ്ട്. നമുക്ക് യൂസ് ദ പ്രോഡക്റ്റ് ആൻഡ് ഷെയർ ദ പ്രോഡക്റ്റ് എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, ഉപയോഗിക്കേണ്ട സാധനങ്ങളാണ്. അതിനൊരു കൺസിസ്റ്റൻസി വേണം, അതിനൊരു സ്ഥിരത ഉണ്ടാവണം. അതുപോലെ തന്നെ ആർസിഎമ്മിൽ വിജയിക്കാനായിട്ട് നമുക്ക് 8 കോർ സ്റ്റെപ്സുകളുണ്ട്. സെറ്റ് യുവർ ഗോൾസ് തുടങ്ങിയിട്ടുള്ള ലേൺ, ടീച്ച് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് വരെയുള്ള നമ്മൾ 8 കോർ സ്റ്റെപ്സുകളുണ്ട്. 7 കർദിനാൾ റൂൾസ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത 7 കാര്യങ്ങളുണ്ട്. സിസ്റ്റത്തിന്റെ അനുവാദമില്ലാതെ ഒരു കാര്യങ്ങളും ആർസിഎമ്മിൽ അപ്ലൈ ചെയ്യാൻ പാടില്ലെന്നാണ്. കാരണം അങ്ങനെ ചെയ്താൽ പരാജയപ്പെടും. നമ്മുടെ ഇഷ്ടമല്ല, സിസ്റ്റത്തിന്റെ രീതിയിൽ മാത്രമേ അങ്ങനെ ഉൾപ്പെടുന്ന 7 കർദിനാൾ റൂൾസ് അത് നമ്മൾ പാലിക്കപ്പെടണം. അതുപോലെ തന്നെ ഫോളോ 3R. ഞാൻ 3R എന്ന് പറഞ്ഞ ഇത് ഞാൻ നമ്മൾ ഒരു പ്രാവശ്യം ഒരു ക്ലാസ് എടുത്താണ്. 3R തൊട്ട് പിന്നെ ഇരട്ടയാർ എന്ന് പറയും. അതിൽ 3 Rകളെ കുറിച്ചാണ്: റീപർച്ചേസ്, റീറ്റെയിൽ ആൻഡ് റിക്രൂട്ട്മെന്റ്. ആർസിഎമ്മിൽ നമ്മൾ കൺസിസ്റ്റൻസിയോട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. റീപർച്ചേസ് ചെയ്യണം. റീറ്റെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതിനെ വിൽപ്പനയെന്ന് മാത്രം എടുക്കല്, മറ്റുള്ളവർക്ക് ഈ സാധനങ്ങൾ പരിചയപ്പെടുത്തുന്നതിനാണ് ആർസിഎമ്മിൽ റീറ്റെയിൽ എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമുക്കൊരു ലാഭവും കിട്ടും, MRP DP ഡിഫറൻസ് കിട്ടും. പിന്നെ റിക്രൂട്ട്മെന്റ്, ആൾക്കാരെ ആർസിഎമ്മിലേക്ക് തെരഞ്ഞെടുക്കണം. കാരണം നമുക്കറിയാം പണ്ട് ആത്മീയ ഗുരുക്കന്മാരൊക്കെ അവരുടെ ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുകയായിരുന്നു. വരുന്നവരെ എല്ലാം ശിഷ്യന്മാരാക്കുകയല്ല, അതിൽ നിന്നും ആൾക്കാരെ പഠിച്ചിട്ട് വരുന്നവരോടെല്ലാം സംസാരിക്കും ഗുരുക്കന്മാർ. പക്ഷെ തന്റെ വിഷൻ, തന്റെ ദർശനം ഉൾക്കൊള്ളുന്നവരെയാണ് അദ്ദേഹം അവരെ ഈ ശിഷ്യന്മാരായിട്ട്, പ്രഥമ ശിഷ്യന്മാരായി കൂടെ ചേർക്കുന്നത് അല്ലെ. ക്രിസ്തുദേവന്റെ 12 ശിഷ്യന്മാരെ കുറിച്ച് നമുക്കറിയാം. അതുപോലെ തന്നെ ഓരോ ഗുരുക്കന്മാർക്കും ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരെല്ലാം എന്താണ് റിക്രൂട്ട് ചെയ്തെടുത്ത. ആ റിക്രൂട്ട് ചെയ്തെടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എന്താണോ ഗുരു പറയുന്നത് ആ കാര്യങ്ങൾ തന്നെയായിരിക്കും അവർ ലോകത്തോടും പറയുന്നത്. അല്ലെങ്കിൽ അവനവന്റെ ആശയം പോയി സംസാരിക്കുന്നവരെ എടുത്തിട്ടൊരു കാര്യം. അപ്പൊ ഇവിടെയും അത് തന്നെയാണ് വേണ്ടത്. ആശയം എന്നുള്ള വിഷനെ ഉൾക്കൊള്ളുന്ന ആൾക്കാരെ വേണം റിക്രൂട്ട് ചെയ്യാൻ. അല്ലാതെ വെറുതെ നമ്മൾ ചിലപ്പം ആൾക്കാർ വരും, നമ്മുടെ ആർസിഎം ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഒരുപാട് പേര് ഈ കൺസെപ്റ്റ് കേട്ടിട്ട് പെട്ടെന്ന് ആവേശത്തിൽ വരും. പക്ഷെ ആവേശം ഉൾക്കൊണ്ടിട്ട് ആർസിഎമ്മിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി, വിഷൻ മനസ്സിലാക്കി കൂടെ നിൽക്കുന്നവരെ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെ ഈ വരുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കാൻ പറ്റണം. അത് നിരന്തരം ചെയ്യണം, എല്ലാ ദിവസവും വേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ലേൺ 3 PCs. 3 Pകളുണ്ട് ആർസിഎമ്മിൽ: പ്രോഡക്റ്റ്, പ്രൊഫൈൽ ആൻഡ് പ്ലാൻ. ഇത് പഠിക്കണം. പ്രോഡക്റ്റിനെ കുറിച്ച് പഠിക്കണം, പ്രൊഫൈൽ പഠിക്കണം. ആർസിഎം എപ്പോൾ തുടങ്ങി? 2000 തുടങ്ങിയിട്ട് 2000 തുടങ്ങി 26 എത്തി നിൽക്കും. 26 വർഷം കൊണ്ട് ആർസിഎമ്മിന്റെ ഗ്രോത്ത് എന്താണെന്ന് മനസ്സിലാക്കണം. ആർസിഎമ്മിന്റെ പ്ലാൻ എന്താണ്, എന്ത് ചെയ്താൽ ആർസിഎമ്മിൽ വിജയിക്കാൻ പറ്റും, ആ പ്ലാൻ ഉണ്ട്. ആർസിഎമ്മിൽ ചെയ്താൽ നമുക്ക് പൈസ കിട്ടും എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സത്യസന്ധമായി പണം കിട്ടുന്നത്, അതിനെക്കുറിച്ച് പഠിക്കണം. ഓർഗനൈസ് ഹോം മീറ്റിംഗ്സുകൾ നമ്മൾ പ്ലാൻ ചെയ്യണം. മീറ്റിങ്ങുകൾ നമ്മൾ ഗ്രഹസദസ്സുകളിലൂടെയാണ് ആർസിഎമ്മിനെ വളരാത്തുള്ളൂ. കാരണം നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിലൊക്കെ നിശാ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. ആൾക്കാരെ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന നിശാ ക്ലാസ്സുകളുണ്ട്, ലീഡേഴ്സ്. അന്ന് ഇന്ത്യയില് രാഷ്ട്രീയമില്ലാതെ, പാർട്ടി വ്യത്യാസമില്ലാതെ ആൾക്കാര് ഇന്ത്യയുടെ സ്വാതന്ത്ര്യമായിരുന്നു അന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷെ അവിടെ നമുക്ക് നിശാ ക്ലാസ്സുകളിലൂടെ ആൾക്കാർക്ക് കൊടുക്കുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് സ്വാതന്ത്ര്യ സമരം വിജയിച്ചത്. ഗാന്ധിജി എന്ന് പറയുന്ന ഒരാളുടെ മാത്രം ശ്രമമാണെങ്കിൽ പോലും ഗാന്ധിജി മാത്രമാണോ സ്വാതന്ത്ര്യം നേടുന്നതിൽ നമ്മളെ സഹായിച്ചത്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സഹായിച്ച നിരവധി ലീഡേഴ്സ് ഉണ്ട്. പക്ഷെ അതിനെ ലീഡ് വിത്ത് എക്സാമ്പിൾ. കാരണം ഒരു ലീഡർ എങ്ങനെ ആയിരിക്കണം എന്ന് കാണിച്ചു കൊടുത്തത് ഗാന്ധിജിയാണ്. ഗാന്ധിയൻ തോട്ട്സുകളെ, ചിന്തകളെ ഏറ്റെടുത്തുകൊണ്ട് ഗാന്ധിജി പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും എന്നുള്ള അഹിംസയിലൂടെ സ്വാതന്ത്ര്യം നേടണമെന്ന് പഠിപ്പിച്ച ലീഡേഴ്സ് ഉണ്ട്. അപ്പം ലീഡ്സ് വിത്ത് എക്സാമ്പിൾ. അത് എവിടുന്നാ തുടങ്ങിയെന്ന് ചോദിച്ചാൽ അതെല്ലാം ഭവനങ്ങളിൽ നിന്നായിരുന്നു തുടങ്ങി. അതുകൊണ്ടാണ് ആർസിഎം നമ്മൾ ഹോം മീറ്റിങ്ങിന് പ്രാധാന്യം കൊടുക്കണം. വീട്ടുകളിൽ നമ്മൾ ഈ ഗ്രഹസദസ്സുകൾ വെച്ച് ഓരോ കുടുംബത്തിലും ആർസിഎം പഠിപ്പിക്കണം. അത് നിരന്തരം ചെയ്യണം, സ്ഥിരതയോടെ, കൺസിസ്റ്റൻസി വേണം. പിന്നെ അറ്റൻഡ് വേരിയസ് മീറ്റിംഗ്സ് ഫോർ ലേണിംഗ്. നമ്മൾ പല മീറ്റിങ്ങുകളും, ഹോം മീറ്റിംഗുകൾ കഴിഞ്ഞാൽ ഷോപ്പ് മീറ്റിംഗ് ഉണ്ട്, ഹാൾ മീറ്റിംഗ് ഉണ്ട്. ഇപ്പൊ ഇതിലിരിക്കുന്ന പലരും മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത് വിജയിച്ച ആൾക്കാരുണ്ട്. പക്ഷെ മീറ്റിങ്ങിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. മീറ്റിങ്ങിലൂടെ നമുക്ക് അറിവ് കിട്ടത്തുള്ളൂ. അറിവ് പകർന്നു കൊടുക്കണമെങ്കിൽ ഡയറക്ട് സെല്ലിങ്ങിന്റെ കൺസെപ്റ്റിലെ ഏറ്റവും പ്രാധാന്യമുള്ള സാധനം മീറ്റിംഗ് ആണ്. അപ്പം ഇതെല്ലാം നമ്മൾ ഈ കൺസിസ്റ്റൻസിയുടെ കാര്യത്തിൽ നമ്മൾ ഒരു പ്ലെയർ ആയി മാറണമെങ്കിൽ ഈ കൺസിസ്റ്റൻസിയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൗൺസിലിംഗ് വിത്ത് അപ്ലയൻസ് ആൻഡ് അസോസിയേറ്റ് ബേസ്. നമ്മളെപ്പോഴും ആശയവിനിമയം ഉണ്ടാകണം. നമ്മൾ ഒരു മീറ്റിങ്ങിന് കണ്ടുപോയി പിന്നെ ആ
അപ്ലയൻസുമായിട്ട് യാതൊരു അസോസിയേറ്റുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കളി നമുക്ക് തുടരാൻ പറ്റത്തില്ല. അവിടെ നമ്മൾ സ്റ്റക്കായി പോകും. നമുക്കൊരു ടീം വേണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വേണം, നല്ല ആശയവിനിമയം വേണം, കൗൺസിലിംഗ് വേണം. നമുക്ക് ചിലപ്പം അറിയത്തില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ അപ്ലയൻസിന്റെ ആയിട്ട് കൗൺസിൽ ചെയ്ത് അത് നേടിയെടുക്കണം. നമ്മളെ ടീമിലുള്ളവർക്ക് കൗൺസിലിംഗ് കൊടുക്കണം. കാരണം എപ്പോഴും നമ്മളെ മനുഷ്യ സഹജമാണ് നെഗറ്റീവുകൾ കാണുമ്പോൾ നിരാശരാകുകയും നമ്മൾ പെട്ടെന്ന് ചാർജ് പോകും. നമ്മുടെ ഫോണൊക്കെ കുറെ നേരം ഉപയോഗിച്ചും ചാർജ് പോകുന്ന പോലെ. പക്ഷേ നമ്മളെ ചാർജിങ് ആണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ അപ്ലയൻസുമായിട്ട് സംസാരിക്കണം, തുറന്ന് സംസാരിക്കാൻ പറ്റണം. അപ്പൊ ആർസിഎമ്മിന് അതിനകത്തുള്ള ഒരുപാട് അവസരങ്ങളും ലീഡേഴ്സും നമുക്കുണ്ട്. അതുപോലെ തന്നെ വേരിയസ് ക്ലബ്സ് ചെയ്യുക. നമുക്ക് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഡയമണ്ട് ക്ലബ്ബ് തൊട്ട് സൂപ്പർ ഡയമണ്ട് ക്ലബ്ബ്, സ്റ്റാർ ഡയമണ്ട് ക്ലബ്ബ്, ക്രൗൺ ക്ലബ്ബ്, ഇങ്ങനെ പല ക്ലബ്ബുകളുണ്ട്. മിനിമം 5000 PV ചെയ്താൽ മാത്രമേ നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാനും മറ്റുള്ളവരെ പരിചയപ്പെടുത്താനും സാധനങ്ങൾ ഉണ്ടാവത്തുള്ളൂ. വെറും ഒരു 10,000 2,000 രൂപയ്ക്ക് മേടിക്കുന്ന ഒരാൾ ജസ്റ്റ് ആർസിഎമ്മിൽ ഒരു ഉപഭോക്താവാണ്. അദ്ദേഹം ആരോടും ആർസിഎം പറയുന്നുണ്ടാവത്തില്ല. കാരണം എന്താണ്? 2,000 രൂപയുടെ സാധനം വീട്ടിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ആരോട് കാണിക്കും? ഒരു പേസ്റ്റ് കാണിക്കണ ഒരു അഡീഷണൽ പേസ്റ്റ് വേണ്ടേ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ കൺസെപ്റ്റ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ അധികമായിട്ട് അതിനാണ് പറയുന്നത് ഒരു മിനിമം 5000 PV എന്ന് പറഞ്ഞാൽ ഒരു 10,000 രൂപയുടെ സാധനം വാങ്ങുകയും അതിനകത്തൊരു 3,000-4,000 രൂപയുടെ സാധനം നമുക്ക് വേണ്ടി വരും. ബാക്കിയുള്ളത് നമ്മൾ ഷെയറിങ്ങിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ക്ലബ്ബുകൾ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം ഇഷ്ടമുള്ള ചെയ്യാം. മിനിമം ഡയമണ്ട് ക്ലബ്ബ്, അത് തൊട്ട് സൂപ്പർ ഡയമണ്ട്. ഞങ്ങൾ എല്ലാ മാസവും ചെയ്യുന്നത് സൂപ്പർ ഡയമണ്ട്. നേരത്തെ സ്റ്റാർ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുമായിരുന്നു. ഇപ്പൊ നമ്മൾക്ക് കുറച്ചുകൂടെ ടീമിന്റെ കാര്യങ്ങളും വളർച്ചയിലേക്ക് വന്നപ്പം കുറച്ചുകൂടെ ഇതായി. അപ്പം എല്ലാ ദിവസങ്ങളും എല്ലാ മാസവും വിൽപ്പന മാത്രമല്ല, നമുക്കൊരു ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇനാക്റ്റീവ് ഐഡീസിനെ ആക്റ്റീവ് ആക്കുക, അതൊരു നിരന്തരമായ കാര്യമാണ്. നമുക്ക് പലപ്പോഴും ഈ കൺസെപ്റ്റ് മനസ്സിലാകാത്തതിന്റെ പേരിൽ ആൾക്കാർക്ക് ശരിയായ ഒരു ആശയം കിട്ടാത്തത് കൊണ്ട് പലപ്പോഴും ഇനാക്റ്റീവ് ആയി പോകാറുണ്ട്. എന്നുവെച്ചാൽ 6 മാസം നിരന്തരമായി സാധനം വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ ആ ID ഇനാക്റ്റീവ് ആയി പോകും. അപ്പം അതിനെ ആക്റ്റീവ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവരുമായിട്ട് നിരന്തരം വിളിക്കണം. അപ്പം അങ്ങനെയുള്ള ഒരു പ്രോസസ്സ്, അതൊക്കെ കൺസിസ്റ്റൻസിയാണ്. പിന്നെ കമ്പനിയുടെ ടൂൾസ് ഉപയോഗിക്കണം. ഇന്ന് കമ്പനി ഒരുപാട് ടൂൾസ്, നമ്മുടെ പ്ലാൻ ബുക്ക് തൊട്ട് ഒരുപാട് ടൂൾസ് ഉണ്ട്. പെയിന്റിനെ കുറിച്ചുള്ള ബുക്കുണ്ട്, കീസോൾ ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ള ന്യൂട്രിചാർജിന്റെ ബുക്കുണ്ട്. അങ്ങനെ നമുക്ക് ഈ ആശയം മനസ്സിലാക്കാനും പ്രോഡക്റ്റ് ഇതൊക്കെ നമ്മൾ വാങ്ങണം. ഇത് നമുക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്ലയൻസ് ആരാണോ പറഞ്ഞത്, സാർ എനിക്ക് ഇതിന്റെ എല്ലാം ബുക്കുകൾ വേണം, എനിക്ക് പഠിക്കണം. അപ്പൊ ടൂൾസ് വെച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കും. നമുക്കറിയാം, നമുക്കിപ്പം ഒരാള് ഒരു വീട്ടിൽ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, പറമ്പിൽ കിളയ്ക്കാനും കാട് പറിക്കാനും വന്നാൽ നമുക്ക് അവിടെ പോലും ടൂൾസ് വേണം, അല്ലെ? ആ ടൂൾസ് എന്ന് പറയുന്നതല്ലോ, ഒന്നിലൊരു തൂമ്പ വേണം, അല്ലെ ഒരു മൺവെട്ടി വേണം, അല്ലെ ഒരു വെട്ടുകത്തി വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് കാട് വെട്ടാനും കാട് ചെത്തി കളയാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പം ഏതൊരു കാര്യത്തിനും ടൂൾസ് അനിവാര്യമാണ്. ടൂൾസ് ഉണ്ടെങ്കിൽ എന്താണ്? നമുക്ക് കുറച്ചുകൂടി സ്പീഡാവും, അല്ലേ? നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ടൂൾസ് ഉപയോഗിക്കുമ്പോഴാണ് കുറച്ചുകൂടി സ്പീഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ടൂൾസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക്. അപ്പൊ കൺസിസ്റ്റൻസി എന്ന് ഞാൻ പറഞ്ഞപ്പം ആ കൺസിസ്റ്റൻസിയിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ 10 പോയിന്റുകളാക്കി വെച്ചെന്നേ ഉള്ളൂ. ഇനിയുണ്ട് പോയിന്റുകൾ, ഇത് നിങ്ങൾക്ക് പാലിക്കാം. ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു, ഗോൾഡൻ റൂൾസിനെ കുറിച്ച് പറഞ്ഞു. അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് കൺസിസ്റ്റൻസിന് പർച്ചേസും കൂടെ ഞാൻ ഇന്ന് കാണിക്കുകയാണ്. കാരണം കൺസിസ്റ്റൻസി പറയുമ്പോൾ നമ്മൾ പർച്ചേസ് മാത്രം ആവരുത് കൊണ്ടാണ് പോയിന്റുകൾ ആദ്യം പറഞ്ഞത്. ആ പോയിന്റുകൾക്കൊപ്പം തന്നെ സ്ഥിരതയോടെ വാങ്ങുന്നവർക്കുള്ള ഒരു ചാർട്ടാണ് ഇത്. ഇതിനെക്കുറിച്ച് വിശദീകരിക്കാനുള്ള സമയമില്ല. നമുക്കറിയാം, മിനിമം 100 PV തൊട്ട് 5000 PV വരെ വാങ്ങുന്നവർക്ക് എല്ലാ 6 മാസം കൂടുമ്പോഴും വർഷത്തിൽ 2 പ്രാവശ്യം ഫ്രീ പ്രോഡക്റ്റ് ഉണ്ട്. അതിന്റെ സ്ലാബുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. 1499 വരെയുള്ള ആൾക്കാർക്ക് ടോട്ടൽ 6 മാസത്തെ എടുത്ത് 12% സാധനങ്ങൾ മാത്രമാണ് കിട്ടുന്നതെങ്കിൽ 1500 തൊട്ട് സ്ലാബുകൾ കീപ്പ് ചെയ്താൽ, PV ആണ്, ഇതിനെ കീപ്പ് ചെയ്തു പോയാൽ 1500 തൊട്ട് 5000 രൂപയുടെ വരെ സാധനം എല്ലാ 6 മാസം കൂടുമ്പോൾ കിട്ടും. എന്ന് പറഞ്ഞാൽ 5000 രൂപയുടെ സാധനം 6 മാസം കൂടുമ്പോൾ കിട്ടിയാൽ ഒരു മാസം 833 രൂപയുടെ സാധനം ഫ്രീ പ്രോഡക്റ്റ് കിട്ടുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എത്രയോ വർഷങ്ങളായിട്ട് പലചരക്കടയിൽ നിന്നും മാളിൽ നിന്നും സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ സാധനം വാങ്ങിയിട്ട് ഇന്ന് വരെ ഒരു കടലമുട്ടായി പോലും നമുക്ക് ഫ്രീ ആയിട്ട് ആരും തന്നിട്ടില്ല. ബാലൻസ് തരാനുണ്ടെങ്കിൽ അവിടെ കിടക്കുന്ന ഏറ്റവും മോശം കുറെ മുട്ടായി എടുത്തിട്ട് 5 രൂപ ഇല്ലെങ്കിൽ ഇപ്പം 5 മുട്ടായി എടുത്ത് കയ്യിലോട്ട് തരും. അവിടെ കിടക്കുന്ന മോശം സാധനവും വിറ്റഴിക്കാനാണ് കടക്കാർ ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കിയേ, 6 മാസം കൂടുമ്പോൾ കമ്പനി വാരിക്കൊരു സാധനങ്ങൾ തരിക. ഞങ്ങൾക്ക് ഈ മാസവും ഞങ്ങൾക്ക് കിട്ടി, വീട്ടിലേക്ക് 7,800 രൂപയുടെ സാധനം എനിക്കും ടീച്ചറിനൂടെ കിട്ടി. 7,800 രൂപ. ഇതുപോലെ കിട്ടിയ ധാരാളം ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ പോയി വാങ്ങാം. ഞങ്ങൾ സാധാരണ മേടിക്കുന്നത് ട്രാവൽ ബാഗ്, തുണികള്, ചെരുപ്പുകളൊക്കെയാണ്. ആ പൈസ കൊണ്ട് പോയി മേടിക്കുന്നത്. TCG തരുന്ന അതല്ല. ഞാൻ ഇട്ടിരിക്കുന്ന ഈ കോട്ട് അങ്ങനെ എടുത്ത പൈസ ഒക്കെ എടുത്തതാണ്.
ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതൊക്കെ കയ്യിൽ നിന്ന് പൈസ മുടക്കി മേടിക്കണമെങ്കിൽ എത്ര രൂപ ആകും? അപ്പൊ ഇതെല്ലാം TCG നമുക്ക് തരുന്നതാണ്. അപ്പം അതുപോലെ തന്നെ റിവാർഡ് ഉണ്ട്, ക്യാഷ് റിവാർഡ് ഉണ്ട്. 10,000 PV വെച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആറാറ് മാസം കൂടുമ്പോൾ 3,000 രൂപ, 25,000 12,500 രൂപ, 50,000 ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ടീമിലുണ്ട്. എൻ്റെ ടീമിൽ പിന്നെ പ്രിയപ്പെട്ട ശ്രീദേവി മാഡം എല്ലാ മാസവും 50,000 PV ചെയ്യുന്ന ആളാണ്. 30,000 രൂപ വർഷത്തിൽ 2 പ്രാവശ്യം വെച്ച് കിട്ടും. 60,000 രൂപ വർഷത്തിൽ കിട്ടും എന്ന് പറഞ്ഞാൽ പ്രതിമാസം 5,000 രൂപ ക്യാഷ് അവാർഡും കൂടെ കിട്ടുന്നുണ്ട് മാഡത്തിന്. അപ്പൊ ഇത് ചെയ്യുന്ന ആൾക്കാർ ധാരാളം പേരുണ്ട്. ഈ ടീം ഇപ്പൊ ഈ കേൾക്കുന്നവരിലും ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ട 3 Cകളെ കുറിച്ച് വന്നു. കൺസിസ്റ്റൻസി, കമ്മിറ്റ്മെന്റ് ആൻഡ് കോൺസ്റ്റന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഇനിയും ചെയ്യാൻ പാടില്ലാത്ത 3 Cകളെ കുറിച്ചാണ്. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RCM നിലനിൽക്കാനും ജീവിതത്തിൽ വിജയിക്കാനും. RCM നിലനിൽക്കണമെങ്കിൽ ഈ 3 Cകൾ ചെയ്യാൻ പാടില്ല. നെവർ കംപ്ലൈന്റ്, നെവർ ക്രിട്ടിസൈസ് ആൻഡ് നെവർ കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും മറ്റുള്ളവരെ കുറിച്ച് എപ്പോഴും പരാതിക്കാരനാവരുത്. പരാതി പറയുന്നവരുടെ ആൾക്കാർ നിൽക്കത്തില്ല, ടീം ഉണ്ടാവത്തില്ല. നമ്മൾ എപ്പോഴും ആരെ കണ്ടാലും എന്തിനെ കുറിച്ചും പരാതി പറയുക. ആട്ടപ്പൊട്ടിയെ കുറിച്ച് പരാതി പറയുക, പരാതി മാത്രം പറയുന്ന ജീവിതത്തിൽ നിലച്ച് നോക്കി എപ്പോഴും പരാതി പറയുന്ന ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ നമ്മൾ ആ കൂട്ടുകാരൻ്റെ അടുക്കൽ അധിക സമയം നമ്മൾ ഇരിക്കത്തില്ല, അല്ലേ? കാണുമ്പോഴേ പറയാം അവൻ വരുന്നുണ്ട്, ആരുടെയും പരാതിയും കൊണ്ട് വരിക, കേട്ട് മടുത്ത് നമ്മളെ കൂടെ നെഗറ്റീവ് ആക്കിക്കളയും. അപ്പം കംപ്ലൈന്റ് വേണം. അത് ആരോഗ്യകരമായ കംപ്ലൈന്റ് എവിടെ പറയണം? അപ്ലൈന്റ് എടുക്ക പറയണം. നമ്മൾ ഒരിക്കലും നമ്മുടെ അസോസിയേറ്റുമാരെടുക്കലോ സഹകളിക്കാർ, ഇപ്പൊ ഒരു ഫുട്ബോൾ മാച്ച് ആണെങ്കിൽ അതിന്റെ പിന്നെ ക്യാപ്റ്റൻ ചെന്നിട്ട് താഴെയുള്ളവരുടെ എപ്പോഴും പറയും ഈ ഗ്രൗണ്ട് കൊള്ളത്തില്ല, ഈ ബോള് കൊള്ളത്തില്ല, കാലാവസ്ഥ കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ കളി വിജയിക്കുമോ? ഇല്ല. അപ്പം ഇവിടെ നമ്മൾ വിജയിക്കണമെന്ന് നമ്മൾ ആ കളിക്കാരന് ക്യാപ്റ്റൻ പറയുന്ന പോലെ ആയിരിക്കണം. ഓരോരുത്തരും ക്യാപ്റ്റനാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും കംപ്ലൈന്റ് പറയുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അത് മാറ്റിയാൽ മാത്രമേ ഈ കളിയിൽ നമുക്ക് ഇറങ്ങി കളിക്കാൻ പറ്റത്തുള്ളൂ. ഒരു നന്മയും തിന്മയും തമ്മിലുള്ള ഒരു മാച്ചാണ് നടക്കുന്നത്. അതിലെ നന്മ ഞാൻ ആദ്യം പറഞ്ഞു, ഇനി ഈ തിന്മകളെ നമ്മൾ ഈ മാച്ചിൽ വിജയിക്കണം. അപ്പം അതുപോലെ തന്നെ ക്രിട്ടിസൈസ്, എപ്പോഴും വിമർശിക്കുന്ന ആൾക്കാർ. ഞാനിത് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു ദിവസം ഇരുന്ന് ക്ലാസ് എടുക്കേണ്ട വിഷയങ്ങളാണ്. സമയത്തിന്റെ പരിമിതി നമുക്ക് ഒരുപാടുണ്ട്, ഏതാണ്ട് 2 മിനിറ്റ് ഉള്ളൂ. ഞാൻ പെട്ടെന്ന് തീർക്കാം. അപ്പം എപ്പോഴും വിമർശിക്കുന്ന ആൾക്കാരൊക്കെ അയാൾക്ക് ക്രിയാത്മകമായി ഒന്നും ചെയ്യത്തില്ല. എന്ത് കാര്യത്തിൽ നമ്മളൊരു സദ്യക്ക് പോയി കഴിഞ്ഞാൽ, ഒരു സിനിമയിൽ ഉണ്ട്, സദ്യക്ക് പോയി എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ ചോദിച്ചു കഴിഞ്ഞാൽ ആ സദ്യ നല്ലതായിരുന്നു എന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം പറയുന്നത് അയ്യോ ആ പായസത്തിന് ഉപ്പില്ലായിരുന്നു കേട്ടോ, പായസത്തിന് ഒരു ശകലം പോലും ഉപ്പില്ലായിരുന്നു. ഒരു പരാതി ഇല്ലെങ്കിൽ പറയാൻ പായസത്തിന് ഉപ്പില്ലെന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മളെ ആൾക്കാർ. നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമാണ്, പ്രത്യേകിച്ച് മലയാളികൾ. കഷ്ടപ്പെട്ട നമ്മളെ കല്യാണത്തിനും വിളിച്ച് കഷ്ടപ്പെട്ട് അവര് ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി നമുക്ക് ഭക്ഷണം തന്നു വിട്ടിട്ട് അതിനെ കുറ്റം പറയാനായിട്ട് പോകുന്ന പലരും ഉണ്ട്. അവിടെ ചെന്നപ്പോ എന്നെ അവർ നോക്കിയില്ല, എടുത്തില്ല, കണ്ടില്ല. അപ്പം നമ്മൾ അതിന് പകരം നമ്മൾ അതിനോടൊന്ന് ചേർന്ന് നിന്ന് അവിടെ ചെന്നപ്പം നമ്മൾ ഗ്രഹനാഥനെ അങ്ങോട്ടൊന്ന് പോയി കണ്ടാൽ ആ പരിഹാരമായി. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഈഗോ അതിനെ അനുവദിക്കാറില്ല. അപ്പൊ അതുകൊണ്ടാണ് വിമർശനം വരുന്നത്. അപ്പം നമ്മൾക്ക് എപ്പോഴും ഞാൻ വിമർശിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ജീവിതത്തിൽ വിജയിക്കത്തില്ല. അതുപോലെ തന്നെ കണ്ടംപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ നമ്മൾ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ പുച്ഛിക്കുക, അവഗണിക്കുക എന്നൊക്കെ പറയും. അപ്പം നമുക്കറിയാം RCM നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആൾക്കാർ വരും, പല കഴിവുകളുള്ള ആൾക്കാർ വരും. അപ്പം കഴിവ് കുറവുള്ള ആൾക്കാരല്ല, അവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കഴിവുള്ളവരായിരിക്കും. പക്ഷെ നമ്മൾ പറയും അയ്യോ ഇവൻ എന്നെ കാണിക്കുന്നേ, ഇവന് കുറച്ചുകൂടെ പഠിച്ചു. ഇപ്പൊ മക്കളെ വെച്ച് പോലും നമ്മളെ പഠിക്കുന്ന കുട്ടികളെ വെച്ച് താരതമ്യം ചെയ്യുന്ന മാതാപിതാക്കളെ കണ്ടു. നീ അപ്പുറത്തെ അവനെ എബിനെ നോക്കി പഠിക്കുക, അവൻ എന്ത് മാർക്ക് മേടിക്കുക, അവൻ കണ്ടോ അവനും നീ ഒരേ ക്ലാസ്സിലല്ലേ എന്ന് വെച്ചാൽ മക്കളെ താരതമ്യം. അവിടെ കണ്ടംപ്റ്റ് ആണ് നടക്കുന്നത്. കുഞ്ഞുങ്ങളെ അവഗണിക്കുക അല്ലെ പരിഹസിക്കുക. അപ്പം ഒരു കാരണവശാലും ജീവിതത്തിൽ ഒരാളെ പോലും പരിഹസിക്കാൻ നമുക്ക് അവകാശമില്ല. കാരണം നമ്മൾ ഒരു വിരൽ ഇങ്ങനെ ചൂണ്ടുമ്പോൾ നമ്മളുടെയൊക്കെയാണ് ബാക്കി 4 വിരലും നമ്മളിലേക്കാണ് ചൂണ്ടുന്നത്. കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യന്മാരില്ല. നമ്മൾ വേണ്ടത് അവരിലെ നന്മ എടുക്കുക എന്നുള്ളത്. അപ്പം RCM നമ്മൾ പ്രത്യേകിച്ച് ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. ഈ 3 കാര്യങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല. നെവർ കംപ്ലൈൻ, നമ്മൾ പരിഹസിക്കാൻ പാടില്ല, അനാവശ്യമായ വിമർശനങ്ങൾ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ആരെയും നമ്മൾ പുച്ഛിക്കരുത്, അവഗണിക്കരുത്. അപ്പോൾ എപ്പോഴും പരാതിയും പരിവട്ടവും മാത്രം പറയുന്ന ആൾക്കാർക്ക് ഒരിക്കലും ജീവിതത്തിലും വിജയിക്കാൻ പറ്റില്ല, RCM വിജയിക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഒരു 2-3 വിഷ്വൽസ് ആണ്. ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം. കംപ്ലൈന്റ് പറയുന്ന ഒരാളാണോ, എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളാണോ,
എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ പുച്ഛിക്കുന്ന അവഗണിക്കുന്ന ആൾ. ചിലപ്പോൾ നമ്മളോടൊപ്പം വന്നിരിക്കുന്ന ഒരാൾക്ക് വിദ്യാഭ്യാസം കുറവായിരിക്കും. പക്ഷെ ഇവർക്കൊന്നും ആശയമൊന്നും ഇതൊന്നും വിജയിക്കില്ല എന്ന അവഗണനയോടെ നമ്മൾ ഇരുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പം അവരായിരിക്കും ഏറ്റവും നല്ല രീതിയിൽ വളർന്ന് വലിയ പിൻലെവലുകൾ നൽകും. അങ്ങനെയുള്ള ആൾക്കാർ ഇന്ന് ആർസിഎമ്മിലുണ്ട്. വിദ്യാഭ്യാസം ഏറ്റവും കുറവുള്ള ആൾക്കാരുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയിൽ എമറാൾഡ് സുഭാഷ് സാറിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. സാറിന് വലിയ ഉന്നത വിദ്യാഭ്യാസം ഒന്നുള്ള ആളല്ല. അദ്ദേഹം ഇന്ന് പിന്നെ 2 ഷോപ്പിന്റെ ഉടമയാണ്. 1,00,000-ൽ പരം രൂപ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്, വൈഫിന് കിട്ടുന്നുണ്ട്. ഷാർപ്പേളാണ്. 60,000-ന് 70,000-ന് മുകളിൽ. ഇന്ന് കോട്ടയത്തെ ജില്ലാ കളക്ടർ മേടിക്കുന്നതിന്റെ ഇരട്ടി പൈസ അദ്ദേഹത്തിന് മേടിക്കാൻ സാധിക്കുന്നു. കോട്ടയം ജില്ലാ കളക്ടർ എത്ര നാൾ പഠിച്ചിട്ടാണ് അത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ സുഭാഷ് സാറിന് ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അത്തരം ആൾക്കാർ നമ്മുടെ ടീമിൽ വരുമ്പോൾ നമ്മൾ അവരെ അവഗണിക്കാൻ പാടില്ല. അവരായിരിക്കും നമ്മുടെ ഡയമണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ടീം ഒരു പ്ലെയറിലേക്ക് ഇടുന്ന ഏറ്റവും നല്ല കളിക്കാർ അവരായിരിക്കും. IM വിജയനെ കുറിച്ച് നമുക്കറിയാം. IM വിജയന് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. പക്ഷെ IM വിജയന് ഫുട്ബോളിന്റെ ഇതിഹാസമായി മാറി. കേരളത്തിൽ നമുക്ക് ഇന്ന് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ IM വിജയന്റെ പേര് ആദ്യം നമ്മൾ പറയാറുണ്ട്, അല്ലെ? അപ്പം ഇതാണ് ഈ 3 Cകൾ തമ്മിലുള്ള ഒരു മത്സരമാണ്. നമുക്ക് കൺസിസ്റ്റൻസിയും കമ്മിറ്റ്മെന്റും കോൺസ്റ്റന്റുമായിട്ടുള്ള അതിനൊരു ജേഴ്സി ഇട്ടുകൊണ്ട് ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയാൽ അതിനോട് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന, നമുക്കറിയാം, കംപ്ലൈന്റും ക്രിട്ടിസൈസും കണ്ടംപ്റ്റും ചെയ്യുന്ന മറ്റൊരു ടീം, ഇതിനെ നമുക്ക് വിജയിക്കുക എന്നുള്ളതാണ്. ഇതൊരു ഫുട്ബോൾ മാച്ചാണ്, 3 വേഴ്സസ്. അതുകൊണ്ടാണ് 2 പേർക്ക് ഞാൻ 2 ജേഴ്സിയാണ് കൊടുത്തിരിക്കുന്നത്. കൺസിസ്റ്റൻസിക്ക് കൊടുത്തിരിക്കുന്ന ജേഴ്സി പച്ചയും, മറ്റത് കംപ്ലൈന്റ് മാത്രം പറയുന്നത്. അപ്പൊ ഈ ഒരു മത്സരം നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ വിജയിക്കേണ്ടത് ആരാ? നിങ്ങളുടെ മനസ്സിൽ തന്നെ തോന്നുക. കൺസിസ്റ്റൻസിയും കമ്മിറ്റ്മെന്റും ഉള്ള ആളാണോ വിജയിക്കേണ്ടത്? അതോ എപ്പോഴും കംപ്ലൈന്റും പരാതികളും പരിവട്ടങ്ങളും മാത്രം പറയുന്ന ആളാണോ ജീവിതത്തിൽ വിജയിക്കേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അടുത്ത സ്ലൈഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കമ്മിറ്റ്മെന്റിന്റെ ടീമാണ് അവിടെ ജയിച്ചിരിക്കുന്നത്. വിജയാരവം മുഴക്കിക്കൊണ്ടുള്ള ഒരു സ്റ്റേഡിയത്തിൽ കമ്മിറ്റ്മെന്റ് ജയിച്ചു എന്നാണ് അവിടെ സ്കോർ ബോർഡിൽ കാണിക്കുന്നത്. അപ്പൊ കമ്മിറ്റ്മെന്റ് ആണ്, അർപ്പണബോധമാണ്, അർപ്പണ മനോഭാവമാണ് വിജയിക്കുന്നത്. അതാണ് ആർസിഎം നൽകുന്ന ഏറ്റവും വലിയൊരു പാഠം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് വിജയിക്കാൻ സാധിക്കണമെങ്കിൽ അർപ്പണമുള്ളവരായിട്ട്, നിരന്തരം ചെയ്യുന്നവരായിട്ട്, ഉറച്ച മനസ്സോടെ ചെയ്യുന്നവരായി മാറിയാൽ ജീവിതത്തിലും ആർസിഎമ്മിലും നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഈ ഒരു മാച്ചിൽ നമുക്ക് ഇറങ്ങി കളിക്കുന്ന കളിക്കാരനായി നമുക്ക് മാറാൻ സാധിക്കണം. അപ്പം അവിടെ കോമ്പിനേഷൻ ഓഫ് ഇത് കളിക്കണമെങ്കിൽ കുറച്ച് യോഗ്യതകളാണ്. ആ യോഗ്യതകളെ കുറിച്ചും കൂടെ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. അതൊരു 10 Cകളുടെ ഒരു കോമ്പിനേഷനാണ്. നമുക്ക് ധൈര്യവും ആത്മവിശ്വാസവും, കറേജ് ആൻഡ് കോൺഫിഡൻസ് ഉണ്ടാവണം. കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോംപ്ലിമെന്റ്, ആശയവിനിമയവും അഭിനന്ദിക്കാനുള്ള മനസ്സുള്ളവരായി മാറണം. കാം ആൻഡ് കൂള്, എപ്പോഴും ശാന്തമായിരിക്കണം. എപ്പോഴും നമുക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ ശാന്തത, നമ്മൾ എപ്പോഴും പൊട്ടിത്തെറിച്ചായിരിക്കല്ലേ. എപ്പോഴും ഒരു ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ ഒരു നല്ല കളിക്കാരനാണെങ്കിൽ അവർ ശാന്തതയോടെ നിന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റണം. അതുപോലെ തന്നെ കെയറിങ് ആൻഡ് കമ്പാഷൻ, നമുക്ക് കരുതൽ അനുകമ്പയുമുള്ള ആളായിരിക്കണം. ക്യാരക്ടർ ആൻഡ് കൾച്ചർ, നമ്മുടെ സ്വഭാവവും സംസ്കാരവും. ഈ 10 ഗുണങ്ങളുള്ള ഒരാൾക്ക് മാത്രമാണ് ഈ ആർസിഎം വേൾഡ് കപ്പിൽ കളിക്കാരനായി മാറാൻ പറ്റുന്നത്. ഈ 10 ഗുണങ്ങൾ നമ്മളിലുണ്ടോ, അത് സന്നിവേശിപ്പിച്ചിട്ടുണ്ടോ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. ധൈര്യവും ആത്മവിശ്വാസം ഉള്ളവർക്കേ ഇറങ്ങി കളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആത്മവിശ്വാസം നേടേണ്ടത് എങ്ങനെയാണ്? ആർസിഎമ്മിന്റെ അറിവുകൾ നേടിക്കൊണ്ട്. ഇതൊക്കെ പറയാൻ ഒരുപാട് സമയം, ഇത് പോയിന്റുകളിട്ട് നിങ്ങൾ ഇനി അപഗ്രഥിക്കുക, പഠിക്കുക. ഇനി ഇതിനെല്ലാം സർവോപരി വേണ്ട ഒരു കാര്യമാണ് ബി എ ഗുഡ് ഹ്യൂമൻ ബീങ്, ഒരു നല്ലൊരു മനുഷ്യനാകുക. ഈ കളിയിൽ വേണ്ട ഒരു ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് നല്ലൊരു മനുഷ്യനായി മാറുക. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് നമ്മുടെ സാക്ഷാൽ TCG പറഞ്ഞ, നമ്മുടെ വിഷണറി ഫൗണ്ടർ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ആർസിഎമ്മിൽ വരേണ്ടത് പണത്തെ മോഹിച്ചിട്ടോ ലക്ഷാധിപതി ആകാനോ അല്ല. നിങ്ങൾ ആർസിഎമ്മിൽ ഒരു നല്ല മനുഷ്യനായിരുന്നാൽ നിങ്ങളെ ഞാൻ വിജയിപ്പിക്കാം. ഈ ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ, ഈ കളിയിൽ, ഈ മാച്ചില് നമുക്ക് ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം. നല്ലൊരു മനുഷ്യനായിരുന്നാൽ മാത്രം മതി. ഇറങ്ങി കളിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ആ കളിയിലെ ഈ മാച്ചിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അങ്ങനെ നല്ലൊരു മനുഷ്യനായി ജീവിതത്തിൽ വെക്കുമ്പോൾ നമുക്ക് കുറെ ലക്ഷ്യങ്ങൾ ഉണ്ടാവണം. അത് ഈ പറഞ്ഞ Cകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ആ ലക്ഷ്യങ്ങളാണ് ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത്. 21 ഗോൾഡൻ സ്റ്റെപ്പുകളുണ്ട് നമുക്ക്. ആ സ്റ്റെപ്പുകൾ ബിഗിനർ തൊട്ട് ഡയമണ്ട് വരെയുള്ള സ്റ്റെപ്പുകളിലൂടെ നിങ്ങളൊരു നല്ല കളിക്കാരനാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തോടൊപ്പം നിങ്ങൾക്ക് ഈ കപ്പ് നേടാനായിട്ടുള്ള നേട്ടങ്ങൾ, ആർസിഎമ്മിലെ ഏറ്റവും വലിയൊരു കപ്പാണ്. നമുക്കറിയാം, ബിഗിനർ തൊട്ട് ഡയമണ്ട് എന്നുള്ള കപ്പ് നേടാനുള്ള അവസരമാണ്. അങ്ങനെ ഒരു വിജയിയായി മാറാൻ, 21ാമത്തെ സ്റ്റെപ്പ് വരെ കയറാൻ, ഓരോ കളികളിലും ഓരോ മാച്ചിലും നമ്മൾ ബിഗിനർ എന്നുള്ള മാച്ച് തൊട്ട് തുടങ്ങി നമ്മൾ ഡയമണ്ടിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് നേട്ടങ്ങളിലേക്ക്, നമ്മളിൽ നിന്നുള്ള മനുഷ്യനുള്ള വരുന്ന മാറ്റം, സാമ്പത്തികമായ സ്വാതന്ത്ര്യം, സമയ സ്വാതന്ത്ര്യം, നല്ല ബന്ധങ്ങള്, ആരോഗ്യം, ഇതിനെല്ലാം ചേർത്ത് പിടിക്കുന്ന ഒരു മാച്ചാണിത്. ഇത് ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ, ആർസിഎമ്മിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഈ ഒരു ചാഞ്ചാട്ടമില്ലാതെ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ
ആർസ്യം വിവക്ഷിക്കുന്ന TCG വിവക്ഷിക്കുന്ന ഒരു വലിയ വിഷനാണ് പുതിയൊരു ഇന്ത്യയെ കെട്ടിപ്പടുക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ 149 കോടി ജനങ്ങളിലും ഈ ഒരു ക്വാളിറ്റി വന്നാൽ പുതിയൊരു ഇന്ത്യയായി മാറില്ലേ? എന്നാലോചിച്ച് നോക്കുക. അപ്പൊ ഒരു നവഭാരത നിർമ്മാണത്തിന്റെ വക്താക്കളായി, അതിന്റെ ബിൽഡ് ചെയ്യുന്ന അതിന്റെ കൂട്ടാളികളായി നമുക്ക് മാറുവാനുള്ള ഒരു അവസരം ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആത്മാശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഇന്നത്തെ പോയിന്റുകളൊക്കെ നിങ്ങളുടെ ഉള്ളിലിട്ട് അപഗ്രഥിച്ച് പഠിക്കാൻ, എൻ്റെ ക്ലാസ്സുകളുടെ മേന്മയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ പോയിന്റുകളുടെ മേന്മ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നെക്കാട്ടിലും നന്നായിട്ട് പറയാൻ അറിയാവുന്ന ആൾക്കാർ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത്. ഇത് നിങ്ങളിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകാൻ ഒന്ന് കോറിയിടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിജയാശംസകളോടെ പ്രദീപ് കുമാർ. ജയാസ്യം. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് റിജുവൻ സാറിനോടുള്ള നന്ദി പറയുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും ഉള്ള നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയാസ്യം.